അവരും പറയുന്നത് പക്ഷെ ഇത് നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സത്യദൈവമായ അള്ളാഹുവിനെയും അള്ളാഹുന്റെ റസൂലിനെയും കുറിച്ചും പരിണാമ ജീവിതത്തെ കുറിച്ച് അടങ്ങിയിരിക്കുന്ന പുസ്തകമാണ് ഇത് പറഞ്ഞ് ഈ രണ്ടു കൂട്ടർ രണ്ട് പണ്ഡിതന്മാരാ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് വായിച്ചിട്ട് പറയേണ്ട ചങ്ങാതി അവിടെ അടങ്ങിയിരിക്കും. ഇത് വായിച്ചിട്ട് ചാക്കോ പാസ് സംസാരിച്ച ശേഷമേ താങ്കൾ ഇടപെടാവൂ. മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കൂ. താങ്ക് യു. ഇത് വായിച്ചിട്ട് ഇദ്ദേഹം പറയുന്നത് തഫ്സീറിന്റെ പുറകെ പോകണമെന്ന്. അപ്പൊ ഇത് യാതൊരു വാല്യൂ ഇല്ല എന്നും ഇതല്ല വായിക്കേണ്ടതെന്ന് ഇദ്ദേഹം ഒരു തഫ്സീറ വായിക്കുന്ന ഏത് തഫ്സീറ ഇതോട്ട് പറയുന്നില്ല. മലയാളത്തിൽ എഴുതിയതായ താങ്കളുടെ പണ്ഡിതന്മാരുടെ തഫ്സീർ ഞാൻ എടുക്കാം, അത് പറയൂ, അതിനകത്ത് എഴുതാന്ന് പറയാം. അതിനു മുമ്പായിട്ട് താങ്കൾ തീരുമാനത്തിലെത്തണം. ഖുർആനിക ആയത്തുകൾക്കാണോ പ്രാധാന്യം, തഫ്സീറുകൾക്കാണോ പ്രാധാന്യം? താങ്കൾ ഏതാണ് സ്വീകരിക്കുന്നത്? താങ്കളുടെ ഇത്രയും സമയത്തെ സംഭാഷണത്തിൽ താങ്കൾ ഖുർആനിക ആയത്തുകൾ തള്ളിക്കളഞ്ഞിരിക്കുക, തഫ്സീറാണ് താങ്കൾക്ക് വരുന്നത്. പറയൂ. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഒരാളെന്ന് പറഞ്ഞ് ചാക്കോ പറയുന്നതിന്റെ ഇടയ്ക്ക് കയറി പറയണ്ടാന്ന്. ഞാൻ പറയുന്ന ഇടയ്ക്ക് കയറി ചാക്കോ പറയുന്നുണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്കായിരിക്കും പ്രശ്നമല്ലേ ഇവിടെ? അല്ല, നമ്മൾ പറയും മാത്രമേ പ്രശ്നം. ജീവനങ്ങൾ ഓടൂല. അനസിനെ അറിയുന്ന കാര്യങ്ങൾ അനസ് എവിടെയും തുറന്നു പറയും, അനസ് തുറന്നു പറയുകയും ചെയ്യും. ഞാൻ ഈ വായിച്ച ആയത്തുകളെ കുറിച്ച് താങ്കൾ പറയും. ബ്രോ, ഞാന് ഈ ചാക്കോ ഞാന് വീണ്ടും വീണ്ടും പറയുന്നതെന്നറിയോ, നിങ്ങൾക്ക് ആഴത്തെ ഖുർആൻ തന്നെങ്കിലും പഠിക്കാൻ പറഞ്ഞെങ്കിലും അത് അവരെ രീതി കൊണ്ട് പറയും. ഞാൻ വീണ്ടും പറഞ്ഞ എന്തെന്നറിയോ, നിങ്ങള് തഫ്സീർ വായിച്ചേ പറ്റൂ. സൂര്യന്റെ ഡീപ്പുള്ള ആള് പറയും, ഇടയ്ക്ക് പറയണ്ടെന്ന് പറയും. സൂര്യന്റെ ഡീപ്പുള്ള ആള് പറയും, ഇടയ്ക്ക് പറയണ്ടെന്ന്. ചാക്കോന്ന് പറയും, എന്താ പറയാത്ത എന്താ? ഞാൻ ഈ പറഞ്ഞത് ഈ ആയത്തിനകത്ത് സത്യനിഷേധികൾ എന്ന് പറയുന്ന ആരാണ്? പറയൂ. അതാണ് പറഞ്ഞത്, ആരാണ് അവര്? നമുക്ക് നോക്കാം. തഫ്സീർ എടുത്തോണ്ട് വരി. നിങ്ങൾക്കായിരുന്നു നല്ല തഫ്സീർ എടുത്തോണ്ട് വരി. നിങ്ങളെ പരിഭാഷ വിട്. നിഷ്കളങ്കനായ കേട്ടോ, നിഷ്കളങ്കന പാവുണ്ട്. ഞാൻ തഫ്സീർ എടുത്തോണ്ട് വരാം. നിങ്ങൾക്ക് വിവരം ഇല്ലെന്നൊരു വിവരം കൂടി നിങ്ങൾക്ക് ഇല്ല. അതാണ് ഏറ്റവും പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് ഞാൻ പറയട്ടെ. അള്ളാഹുവിന് വീരല്ല എന്നുള്ള ആയത്ത് ഇപ്പൊ വായിക്കാം. അള്ളാഹുവിന് 5 വയസ്സാണ് വീരല്ല എന്നുള്ള ആയത്ത് വായിക്കാം. സൂറത്തുൽ മാഇദ 116. വിശ്വസിച്ചവരെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് എന്നോട് ചോദിക്കരുത്. നോക്ക്, വിവരമില്ലാത്ത അള്ളാഹു ചോദിച്ച അള്ളാഹു ഉത്തരം പറയാൻ പറ്റില്ല. എനിക്കല്ല, നിങ്ങളുടെ അള്ളാഹ് ഖുറൈശി ദേവനായ അള്ളാഹുവിന് വിവരമില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വിശ്വസിച്ചവരെ, നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് നമ്മളോട് ചോദിക്കരുത്. നമ്മളോട് ചോദിച്ച് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ലെന്ന്. എന്റെ ചങ്ങാതി, ഒരു ദൈവം പറയേണ്ട വാക്കാണോ? ഒരു ദൈവത്തിന് പറയാൻ കൊള്ളാവുന്ന വാക്കാണോ? ദൈവമായിരിക്കണമെങ്കിൽ ഏത് കാര്യത്തിനും ഉത്തരം പറയാനുള്ളതായ പ്രാപ്തി ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഖുറൈശി ദേവനായി അള്ളാഹു, ഈ കാട്ടറബികളുടെ ദേവനായി അള്ളാഹുവിന് വിവരമില്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുക. താങ്കൾക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? അല്ലെങ്കിൽ ജാക്കോബാസ് നല്ല വിവരമില്ലായ്മ. പക്ഷെ എനിക്ക് വിവരമുണ്ട്. ഞാൻ ഈ പറഞ്ഞതെല്ലാം കൃത്യതയാർന്ന കാര്യങ്ങളാണ്. പക്ഷെ അള്ളാഹുവിന് വിവരം എഴുതി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ചില കാര്യങ്ങളെ കുറിച്ച് ചോദിക്കരുത്. ചോദിച്ചാൽ അള്ളാഹ് ഉത്തരം പറയാൻ അറിയത്തില്ലെന്നേ. ഈ നേഴ്സറീസ് ക്ലാസ് പഠിപ്പിക്കുന്ന അധ്യാപകർ പറയുമോ? ഏതെങ്കിലും ഒരു വ്യക്തി പറയുമോ ചില കാര്യങ്ങളൊന്നും ചോദിക്കരുത്? പൈക്കെടുക്കും. നിങ്ങളിപ്പോ അള്ളാഹിനെ പറ്റി പറഞ്ഞ അള്ളാഹിനെ ഒന്നും അറിയില്ലെന്ന്. നമുക്ക് എന്തായാലും സ്വന്തം അനുയായികൾ കുരിശ് കയറ്റി അത്ര ദൈവത്തിന് അത്രയ്ക്കൊന്നുമില്ല. നമുക്ക് നിങ്ങൾക്കിവിടെ പവറെന്നും പറഞ്ഞ് എന്റെ മൈക്ക് മ്യൂട്ടാക്കാൻ നിങ്ങൾക്ക് പറ്റും, അത് ഓക്കെയാണ്. പക്ഷേ സ്വന്തം അനുയായികൾ അത്ര കുരിശ് കയറ്റി ആണി അടിച്ച് തറപ്പിച്ച അത്ര ദൈവത്തിന് അത്ര അനുയായികൾ ഞാൻ പറയട്ടെ. നമുക്ക് പറയണ്ടേ? നിങ്ങൾക്ക് മാത്രം പറഞ്ഞാൽ മതിയോ? നിങ്ങൾ എന്തെങ്കിലും പറയട്ടെ. 5:100 വായിക്കുന്നത്. വിശ്വസിച്ചവരെ, ചില കാര്യങ്ങളെ ക്രിസ്ത്യാനികൾക്ക് വിവരം വെച്ചേ മുട്ടുമ്പോ ചാക്കുവിനെ വലിയ കാറ്റ് ഇവിടെ വിളിച്ചോണ്ട് വന്നതാണ്. അപ്പൊ നമുക്ക് പറയാൻ അവസരം വേണം. കാരണം ഞാൻ പഠിക്കാൻ പോകുന്നത് ചാക്ക മാത്രം പറഞ്ഞു പോണ്. ചാക്ക ഇവിടെ ഒരാൾക്കെ ബഹുമാനിക്കും. എനിക്ക് ബഹുമാനിക്കാൻ ആവശ്യം. കാരണം നിങ്ങൾ നമ്മളെ ദൈവത്തെ കുറ്റം പറഞ്ഞ ആൾക്കാരാ. നിങ്ങളിവിടെ ബഹുമാനിക്കാത്തോണ്ടാണ് എന്നെ ഇവിടെ മ്യൂട്ട് ആക്കി കളയുന്നത്. സമയം കളഞ്ഞത് ചാക്കോണ്. സമയം കളഞ്ഞത് ചാക്കോ പറഞ്ഞ കാര്യം വീണ്ടും വീണ്ടും പറഞ്ഞോണ്ടേ ഇരിക്കുന്നു. ഞാൻ പറയുന്നുണ്ട് എന്ത് തഫ്സീർ പഠിക്കുക. ചാക്കോ പറ്റുകയാണെങ്കിൽ 1 ദിവസം 2 ദിവസം 1 മാസം ഇരുന്ന് തഫ്സീർ പഠിക്കുക. എന്നിട്ട് വേണം വാദിക്കാൻ വരാന്.
ചുമ്മാ അത് ഖുറാന്റെ ഒരു ആയത്തോണ്ട് വന്ന അർത്ഥം ആരെ തന്നെന്നും പറഞ്ഞ അത് നോക്കി വായിക്കലല്ല ഖുറാന്റെ രീതികൾ. ഞാൻ ഇങ്ങോട്ട് കേൾക്കണേ നിങ്ങൾക്ക് സഹോദരന്മാരെ, പറ്റും, നിങ്ങൾ ബൈബിള് കേൾക്കണേ. പറ്റും. നിങ്ങൾക്ക് വേണേൽ ബൈബിൾ എടുത്തിട്ട് മലയാളം നോക്കി ഒരു വായിച്ച് പഠിക്കാൻ മിനിറ്റ് നിങ്ങൾക്ക് പറ്റും. ഒരു മിനിറ്റ് മിസ്റ്റർ അനസ് ഒന്ന് മ്യൂട്ട് ചെയ്ത്. ചാക്കോ പാസ്റ്ററെ, ഇദ്ദേഹം വന്നിട്ട് ഇപ്പൊ 1 മണിക്കൂറോളം ഒക്കെ ആയി. ഇത്ര സമയമായിട്ടും ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇദ്ദേഹത്തിന് 5 വർഷം എന്തോ ഇദ്ദേഹം മതപഠനം നടത്തിയിട്ട് ഖുറാൻ വായിച്ചാലൊന്നും ഇദ്ദേഹത്തിന് മനസ്സിലാകില്ല. എന്നാൽ ഇപ്പൊ ചാക്കോ പാസ്റ്റർ ഇപ്പൊ പറഞ്ഞില്ലേ തഫ്സീർ എടുക്കാന്ന്, അത് കേട്ട ഉടനെ പുള്ളി പറഞ്ഞത് കേട്ടോ, അത് തർജ്ജമയുടെ വ്യത്യാസം വരുന്നു. എന്തൊരു ദുരന്തമാണ് എന്തൊരു ദുരന്തമാണ്. ഒരു ആയത്ത് വായിച്ച് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം പോലും ഇദ്ദേഹത്തിന് മനസ്സിലാവില്ല. ഉടനെ അത് തഫ്സീർ പോണം. എന്തൊരു ദുരന്തമാണ് പാസ്റ്റർ ഇത്. ഇദ്ദേഹം ഇത് ഒരു ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയുന്നില്ലല്ലോ. സിസ്റ്റർ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് ഇദ്ദേഹം നുണ പറയാത്ത മുഹമ്മദ് ഒരു ഹദീസ് എഴുതി കൊടുത്തിട്ടുണ്ട്. നുണ പറയുന്നവൻ സത്യവാനാണ്, അവൻ പറയുന്നത് നല്ലതാണെന്ന് പറയുന്ന ഒരു ഹദീസ്. അതനുസരിച്ചാണ് ഇവരും ഈ മുസ്ലിങ്ങൾ നുണ പറയുന്നത്. ഇവര് നുണ പറയുന്ന ആശാന്മാരെ. ഇപ്പൊ ഉദാഹരണം, ഇവര് നമ്മളെ കാണപ്പെടുത്തി നിങ്ങളുടെ മൗലവിമാരും പണ്ഡിതന്മാരും ഒക്കെ പറയുന്നതാണ് ഏകനായ അള്ളാഹു, ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ്. ഉടനെ ഇവര് നമ്മളെ പഠിപ്പിക്കും. അത് തഫ്സീറില്ല. അള്ളാഹു ഏകനാണ്. നമ്മൾ ചോദിക്കും അള്ളാഹു ദൈവമാണ്, പിന്നെ അള്ളാഹു ഏകനാണ്, പിന്നെ ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് പറഞ്ഞുള്ള തള്ളിയിടുന്നുണ്ട്. തഫ്സീറാണ് തള്ളുന്നത്. തലക്കകത്തെ ഈ വിവരമുള്ള സൂറത്തുൽ ഇഖ്ലാസിനകത്ത് ആളുകളുണ്ട്. പറയുന്നത് അള്ളാഹു ഏകനാകും, അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ആരുടെയും ജനകനല്ല, അവന് മക്കളില്ല, അവന് ഇളയപ്പയില്ല, ഊത്തപ്പ, അവൻ ഏകനാവും. ഇത് തഫ്സീറാണ്. ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയോട്, അത് ആരും ആയിക്കോട്ടെ, ക്രിസ്ത്യാനിയോ ഹിന്ദുവോ മറ്റാരായിരുന്നാലും, ഇവര് ആദ്യം മതത്തിൽ ചേർക്കാനായിട്ട് ഇറക്കുന്ന ഒരു തള്ളായിരുന്നു. എന്തുവാണ് അള്ളാഹു. ഇനി നമ്മൾ ചോദിക്കുക അള്ളാഹു ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ഉണ്ട്. അത് തഫ്സീറല്ല, ഖുറാനില്ല. ഇരുവന്റെ പറഞ്ഞ തൗബ കിടപ്പുണ്ട്. അപ്പൊ ഇതൊക്കെ ഇവര് പറയുന്ന ഖുറാൻ പറ്റും. പക്ഷെ ഈ ചങ്ങാതി എനിക്ക് തോന്നുന്നത് എവിടെയോ ഗുഹാമനുഷ്യനായിട്ട് കുറെ കാലം ജീവിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. പുറത്തെങ്ങും ജീവിച്ച് പരിചയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ പുറം ഖുർആനെ ലോകത്തെ തള്ളി കുറിച്ചിട്ട് യാതൊരു ഹദീസ് വിവരവുമില്ല. തഫ്സീറുകളെ കയറി പിടിച്ചത്. വാസ്തവത്തിൽ സിസ്റ്റർ, നമ്മുടെ പഠിപ്പിക്കൽ ഒരു പരിധിവരെ ഇവർക്ക് ഗുണപ്പെട്ടിട്ടുണ്ട്. പഠിപ്പിക്കൽ തീർച്ചയായും. നേരത്തെ തന്നെയാണ് ഖുറാനെ തള്ളി തഫ്സീറിലേക്ക് പോകാൻ. ചില ആളുകള് ഈ ഹദീസ് തള്ളി ഖുറാനെ പിടിക്കാറുണ്ട്, വേറെ ചില ആളുകൾ ഖുറാനെ തള്ളി ഹദീസിനെ പിടിക്കാറുണ്ട്. ഈ മാന്യ ദേഹം ഖുറാനെ തള്ളി തഫ്സീറാണ് പിടിച്ചത്. എന്നാൽ ഏത് തഫ്സീറാന്നുള്ള കാര്യം ഇദ്ദേഹം പറയുന്നത്, ഇദ്ദേഹം പറയുന്ന തഫ്സീറാൻ എടുക്കാം. ചാക്കോ ഒരാൾ ഖുറാൻ, ഒറ്റ സെക്കൻഡ് അനസെ, ഒരാൾ ഓക്കെ. ഖുറാൻ ഒറ്റ സെക്കൻഡ് അനസെ, ഒരാൾ ഖുറാൻ തള്ളിയാൽ അയാളെ ഒരിക്കലും മുസ്ലിം ആയിരിക്കാൻ കഴിയില്ല. അപ്പോ മുസ്ലിം അല്ലാത്ത ഒരാളോട് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുണ്ടോ ചാക്കോ പാസ്റ്റർ? ഖുറാൻ തള്ളിയ ഒരാൾ മുസ്ലിമേ അല്ല, അത് മുസ്ലിം അല്ല, അയാൾ മുസ്ലിം എന്ന് പുറത്തു പോയി. അപ്പൊ അങ്ങനെ ഒരാളിനോട് നമ്മൾ സംസാരിച്ചിട്ട് ഇതുപോലെ പ്രയോജനം ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം. മാത്രമല്ല ഞാൻ പറയട്ടോ, നിങ്ങൾ എനിക്ക് രണ്ടു മിനിറ്റ് സമയം തരും ആരെങ്കിലും. ഈ ഖുർആൻ എന്ന് പറയുന്ന പുസ്തകത്തെ തള്ളുന്നവരുടെ ഇരിപ്പിടം ഞാൻ ഹദീസ് വേണേ വായിച്ചേക്കും. ഇദ്ദേഹം ഹദീസ് ഹദീസും തള്ളാൻ ഹദീസ് പറ്റില്ല, വായിച്ച് ഖുർആനും തള്ളാൻ പറ്റില്ല. പറ്റില്ല. അങ്ങനെയാണെങ്കിൽ തള്ളുന്നവരുടെ അവര് ഇരിപ്പിടം ഇസ്ലാമിൽ നിന്ന് പുറത്തു നരകത്തിലാണെന്ന് പോകും. അള്ളാഹു പറയുന്നത് ഒരാഴ്ചയുണ്ട്. ഒരു ഹദീസുണ്ട്, മുഹമ്മദിന് പറയുന്ന ഒരു ഹദീസുണ്ട്. ഖുർആനെ ഒരുത്തം വന്നിട്ട് പറയണത് കേട്ടോ, ഇസ്ലാമിനെ വിമർശിച്ച് നീ കിളവിയായി, എന്നിട്ടും ഇസ്ലാം അങ്ങനെ തന്നെ ഉണ്ടല്ലോ. നിന്റെ ഉമ്മ കിളവിയായത് എങ്ങനെയാണടാ? ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ? മമ്മദണ്ണൻ കിളവനായത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോടാ? അബൂബക്കറും ഉമറും ആയിഷയും ഖദീജയും ഒക്കെ കിളവിയും കിളവനുമായത്, നിന്റെ തന്ത കിളവനായത് ഇസ്ലാമിനെ വിമർശിച്ചത് കൊണ്ടാണോ? ഞാനേ എൻ്റെ ആകാര വടിവും സൗന്ദര്യവും ഒക്കെ കവിഞ്ഞൊഴുകി നിന്റെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പോലെ ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയ പെണ്ണല്ല. നിനക്കത് മനസ്സിലായിട്ടില്ല. നിന്റെ വീട്ടുകാർ ഒരുങ്ങി ചമഞ്ഞ് പുറത്തിറങ്ങുന്നത് ആണുങ്ങളെ വലവീശി പിടിക്കാനാ, തന്റെ സൗന്ദര്യം കാണിച്ച്. എനിക്കൊരു പ്രശ്നമില്ലടാ, എൻ്റെ മകന് 21 വയസ്സ് കഴിഞ്ഞു. അതിൻ്റെതായിട്ടുള്ള വാർദ്ധക്യം എന്നിലുണ്ടാകും. എനിക്ക് ഭർത്താവുമുണ്ട്, കുടുംബവുമുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സൗന്ദര്യം കാണിച്ചിട്ട് ആളുകളെ വലവീശി പിടിക്കണ്ട. 72 കിളുന്തുകളുടെ മാറും ഡാഷും ഒക്കെ കാണിച്ച് നിന്റെ പടച്ചവൻ പരസ്യം ചെയ്തതുപോലെ ഒരു പരസ്യത്തിന് ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയ ആളല്ല ഞാൻ. നിനക്കത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് നിന്റെയൊക്കെ ടീംസ് തെരുവിൽ കിടന്ന് അടി കൊള്ളുന്നത്. മനസ്സിലായോ? ജപ്പാനിൽ പോയി, ഇറ്റലിയിൽ പോയി, ജർമ്മനിയിൽ പോയി,
ഫ്രാൻസിൽ ഇവിടെയൊക്കെ പോയിട്ട് തെരുവിൽ നിസ്കാര നാടകം കളിച്ചിട്ട് അടികൊള്ളുന്നത് കണ്ടോ? ഇനി നിസ്കാര നാടകം നടക്കില്ല. നിങ്ങളുടെ ഈ ഉച്ചയും കുത്തിയും അറിയലുണ്ടല്ലോ, നിന്റെയൊക്കെ വീടുകളിൽ ചെയ്താൽ മതിയെന്ന് അവിടെ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ആ യാഥാർത്ഥ്യം എല്ലാ മാധ്യമങ്ങളും അത്തരം വാർത്തകൾ മുക്കിയത് തുറന്ന് പറയുന്നത് കൊണ്ടാണ് നിനക്കൊക്കെ ഇത്രയും വേദന തോന്നുന്നത്. സാരമില്ല, അവിടെ നിക്ക്. കൂടുതൽ വേദന തോന്നിക്കുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ മക്കളെ. എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? ഇപ്പോ ശക്തിയെ ന്യായീകരിക്കാൻ അല്ലല്ലോ. ഞാനിപ്പോ ക്ലബ്ബിൽ നല്ലൊരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ല. പാകിസ്ഥാനിലെ ഒരു വംശഹത്യയെ ന്യായീകരിക്കാൻ. എന്താണോ നോക്കട്ടെ. അല്ല, തീർന്നു തോന്നുന്ന ചർച്ച. പാകിസ്ഥാനിലെ വലിയ രൂപത്തില് ഒരു ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുവാണ് പലസ്തീനു വേണ്ടി. പാവം, ആരെയും കൊല്ലാത്ത, ആരെയും പച്ചപ്പാവങ്ങളായിട്ടുള്ള പാക്കികളെ വലിയ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുക. ഇന്നേ ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി. ഇനി നിങ്ങൾക്ക് അധിക കാലം ആരെയും പറ്റിച്ചും വെട്ടിച്ചും ഈ മതം പറഞ്ഞും അള്ളാഹു കുക്കുംബറാണെന്നും പറഞ്ഞ് ആരാന്റെ കഴുത്തിന് മീതെ വാള് വീശി ഇറങ്ങിത്തിരിക്കാൻ നിനക്കൊന്നും ഇനിയും പറ്റില്ല. നിന്നെയൊക്കെ അവിടെയായി പിടിച്ചു കിട്ടും. ജപ്പാന്റെ തെരുവിൽ നിന്നെയൊക്കെ പിടിച്ച് കെട്ടിയിട്ടതുപോലെ. ഇതൊന്നും ഇനിയും അതിവിദൂരമല്ല എന്നാണ് ഇത്തരം സമീപകാല സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എത്ര കാലം ഇനി ഇസ്ലാം നിലനിൽക്കും? ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും ഒക്കെ മൂക്കിൽ പഞ്ഞി വെച്ച് തുടങ്ങിയിരിക്കുന്നു. മനസ്സിലായില്ല അല്ലെ? ഹമാസിന്റെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ് ഉള്ള സ്ഥലമേതാ? കേരളം. പലസ്തീൻ പോലുമല്ല. കേരളത്തിന്റെ അത്ര അതിവിശാലമായ രൂപത്തിൽ ഹമാസിനെ നെഞ്ചിലേറ്റുന്ന ഒരു ജനത ഒരു പക്ഷേ ഗാസയിൽ പോലും ഉണ്ടാകില്ല. ഗാസയിൽ പോലും ഹമാസിന് ഉയർത്താൻ പറ്റാത്ത രൂപത്തിലുള്ള ആരാധനാലയങ്ങൾ ഒരു പക്ഷേ ഈ കൊച്ചു കേരളത്തിൽ ഇവർക്ക് ഉയർത്താൻ പറ്റിയെന്നിരിക്കും. അതുകൊണ്ടാണ് കേരളം ഹമാസ് ഭീകരന്മാർക്ക് വലിയ രൂപത്തിൽ താവളങ്ങളാകുന്നതും ഹമാസ് ഭീകരർ ഇവർക്ക് പോരാളികളായി മാറുന്നതും അതുകൊണ്ടാണ്. ഇവര് ഓരോ സീസണുകളിലായി പുതിയ പുതിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും. ഓരോരോ ഹലാൽ ഒരു സമയത്ത് ഹിജാബ്, ഒരു സമയത്ത് ബുർക്ക, വേറൊരു സമയത്ത് ഫുട്ബോൾ, ഇങ്ങനെ തുടങ്ങി ഓരോരോ സന്ദർഭങ്ങളിലായി ഇവരുടെ ആ മത തീവ്രവാദം വളർത്താൻ പറ്റിയ സീസൺ ഏതാണ് എന്ന് നോക്കി കണ്ടുപിടിക്കും. പക്ഷേ ഇതൊന്നും ഇവിടെ വർക്കൗട്ട് ആകത്തില്ല എന്നുള്ളത് നേരാണ് കേട്ടോ. മോനെ, ഒരർത്ഥത്തില് ഇത്തരം വിവാദങ്ങളൊക്കെ തന്നെ സമൂഹത്തിൽ വലിയ രൂപത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി തീർക്കും. ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും. ഇവരെന്താണ് എന്ന് ഇവരെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. ഇസ്ലാമിക ശരീഅത്ത് നിയമം ഒരു നാട്ടിൽ നിലയുറപ്പിച്ചു കഴിഞ്ഞാൽ ആ നാട്ടിൽ സംഭവിക്കാവുന്ന തീവ്രവാദത്തെ സംബന്ധിച്ചും മുസ്ലിങ്ങളുടെ സ്വഭാവത്തെ സംബന്ധിച്ചും ജനങ്ങൾക്ക് ആഴത്തിൽ പഠിക്കാൻ ഇത് സഹായകമാകും. ഇസ്ലാമിലെ ബുദ്ധിജീവികളുടെ മാനവികത എന്താണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. താങ്ക് യു മിനി, വളരെ സന്തോഷം. അപ്പോ ഇവരുടെ മാനവികത ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഇന്ത്യയിലെ ഈ ജനാധിപത്യമുണ്ടല്ലോ,
ഹിന്ദുക്കൾ ഭൂരിപക്ഷമായിരിക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ ഇപ്പോഴും മതേതരത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, മതേതരത്വം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ മുസ്ലിങ്ങൾ കുറച്ചുകൂടി ഭൂരിപക്ഷമായാൽ ഒരിക്കലും നമുക്ക് ജനാധിപത്യമെന്നോ മതേതരത്വമെന്നോ പറയാൻ പോലും സാധിക്കുമായിരുന്നില്ല. അത്രമാത്രം ഭീകരമായ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ കഴിഞ്ഞു പോകുമായിരുന്നു. മുസ്ലിങ്ങൾ 1% പോലും ആ നാട്ടിൽ അവർ അവരുടേതായിട്ടുള്ള അടയാളങ്ങൾ ഉണ്ടാക്കും. 1% മുതൽ 100% വരെ മുസ്ലിങ്ങൾ ഒരു രാജ്യത്തായി കഴിഞ്ഞാൽ അവർ എന്തൊക്കെയാണ് ആ നാട്ടിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് പലപ്പോഴായി നമ്മൾ പല രൂപത്തിലുള്ള റിസർച്ചുകളിലൂടെയും മനസ്സിലാക്കി കഴിഞ്ഞ വസ്തുതകളാണ്. ഇപ്പോഴിതാ ഒരു സ്വാമി പറയുന്ന വാക്കുകൾ ഒന്ന് കേട്ടു നോക്ക്. ഉണ്ടല്ലേ? മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായാൽ ഹിന്ദുക്കൾ എന്നാണോ ഇവിടെ ന്യൂനപക്ഷമായി മാറുന്നത്, ഈ ഭാരതം മുസ്ലിം രാഷ്ട്രമായി മാറും, അത് ബംഗ്ലാദേശായി മാറും, യാതൊരു സംശയവുമില്ല. കാശ്മീരിലെ ഹിന്ദുവിന് ഓടി വരാൻ ഭാരതത്തിൽ മറ്റു സംസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമുള്ള ഹിന്ദുവിന് വരാൻ ഭാരതം ഇവിടെ ഉണ്ട്. പക്ഷേ ഭാരതത്തിലെ ഹിന്ദു ന്യൂനപക്ഷമായി ഈ രാഷ്ട്രം മുസ്ലിം രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ടാൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ കോൺഗ്രസ് ഹിന്ദു എവിടെ പോകും? ഇവിടുത്തെ ഇടതിനും വലതിനും അവന്റെ മക്കൾക്കും പോകുവാൻ ഈ ലോകത്തൊരു രാജ്യവും ഉണ്ടാവില്ല. അവന് കാലുകുത്തുവാൻ ഒരു തരി മണ്ണുണ്ടാവില്ല. ഇത് ആലോചിച്ചു. ഇത് തന്നെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് റിട്ടയർഡ് DGP സെൻകുമാർ സാറും പറഞ്ഞത്. ഇത് തന്നെയാണ്. നമ്മൾ എങ്ങോട്ട് പോകും എന്നാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പോ നമ്മുടെ രാജ്യത്ത് മതേതരത്വത്തെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ദേശീയതയെ കുറിച്ചുമൊക്കെ വാതോരാതെ പറയുന്ന ആളുകൾ ഇത് മനസ്സിലാക്കാതെയാണ് സംസാരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ എത്രയോ വർഷങ്ങളായിട്ട് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായതുകൊണ്ടു മാത്രമാണ് ഈ രാജ്യം ഇപ്പോഴും ഒരു ബഹുസ്വരതയെ താലോലിച്ച്, ബഹുസ്വരതയെ സ്നേഹിച്ച്, നാനാത്വത്തിൽ ഏകത്വം എന്ന രൂപത്തിൽ എല്ലാവരും ഒരേപോലെ തന്നെ, മതമുള്ളവനും ഇല്ലാത്തവനും അവനവന്റെ ഇഷ്ടങ്ങൾക്കനുസൃതമായി ഈ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ്. അതെ, ക്രിട്ടിക്കൽ തിങ്കിങ് തന്നെയാണ് മതേതരത്വം, സംശയമൊന്നുമില്ല. വല്ലതും മനസ്സിലായോ? കുറെ കുഞ്ഞുങ്ങളെ ശവങ്ങളാണ് എന്ന രൂപത്തിൽ കെട്ടിപ്പൊതിഞ്ഞ് സ്ത്രീകളെയും കുട്ടികളെയും രംഗത്തിറക്കി പലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ രാജ്യം ജനാധിപത്യ രാജ്യമായതുകൊണ്ടാണ് ഇവർക്ക് ഈ രൂപത്തിൽ ഈ രാജ്യത്ത് പ്രതിഷേധിക്കാൻ സാധിക്കുന്നത്, ഇവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നത്. പാകിസ്ഥാനിൽ ഇങ്ങനെ പറ്റുമോ? സൗദി അറേബ്യയിൽ പറ്റുമോ? ഇറാനിലോ ഇറാഖിലോ സിറിയയിലോ തുർക്കിയിലോ പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? ഓക്കെ,
മതമേലധ്യക്ഷന്മാർ അടക്കി ഭരിക്കുന്ന രാജ്യങ്ങളാണ്. പറ്റില്ല. ഇവര് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ഇവര് ഹിന്ദു ന്യൂനപക്ഷമായിട്ടുള്ള പാകിസ്ഥാനിൽ ഈ രൂപത്തിൽ ഒരു പ്രതിഷേധം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുമോ? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഇവരെവിടെയായിരുന്നു? ഇറാനിലെ ജനതയെ ജയിലുകളിൽ കൂട്ടിയിട്ട് ആയത്തുള്ള അലി ഖുമേനി തീയിട്ടപ്പോൾ അവരുടെ കണ്ണീര് കാണാൻ, അവരുടെ വേദന കേൾക്കാൻ ഇവരവിടെ ഉണ്ടായിരുന്നു? ഇല്ല. എന്തു മനസ്സിലായി അതിൽ നിന്ന്? നമ്മുടെ പ്രതിഷേധങ്ങൾ, നമ്മുടെ പിന്തുണകൾ, നമ്മുടെ ഐക്യദാർഢ്യങ്ങൾ എപ്പോഴും മുസ്ലിങ്ങൾ ഒരു പക്ഷത്തും മറുപക്ഷത്തും മറ്റൊരു വിഭാഗവും വരണം. ഇറാനിൽ മുസ്ലിങ്ങളുമായിരുന്നു. യമനും സൗദി അറേബ്യയും മുസ്ലിങ്ങളുമായിരുന്നു. അപ്പോ സിറിയയിലാണെങ്കിലും മുസ്ലിങ്ങളും. അങ്ങനെയൊന്നുമുള്ള സ്ഥലത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനില്ലാത്തത് കൊണ്ട് അവിടെ തൽക്കാലം നമ്മൾ മൗനികളായിരിക്കും. അപ്പൊ നമ്മുടെ ഇരവാദം അതൊന്നും സാരമില്ല, അതൊക്കെ സർവ്വസാധാരണമല്ലേ. രാജ്യങ്ങൾ അവരങ്ങ് പരിഹരിച്ചു മുന്നോട്ട് പോയിക്കോളും. അപ്പോൾ ഇവിടെ പലസ്തീന് പോലും വേണ്ടാത്ത, ഗാസക്കാർക്ക് പോലും വേണ്ടാത്ത ഹമാസ് ഭീകരരെ നെഞ്ചിലേറ്റാൻ വിധിക്കപ്പെട്ട കുറച്ച് ഹമാസോളികളാകുന്ന തീവ്രവാദി കൂട്ടങ്ങൾ നമ്മുടെ രാജ്യത്തുള്ളത് കൊണ്ടും ഇവിടെ ഹിന്ദുക്കൾ ബഹുഭൂരിപക്ഷമായതുകൊണ്ട് തന്നെ അവർ കുറച്ച് ലിബറൽ ആശയക്കാരായതുകൊണ്ടും ഇവർക്ക് ഇവരുടെ തീവ്രവാദം ഇവിടെ വളർത്താൻ സാധിക്കും. അത്രേ ഉള്ളൂ. മതം പറഞ്ഞ് ക്യാഷ് ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുണ്ട് കാക്ക, കേട്ടാ. അപ്പോ ഇവർക്ക് ആയിരം അഭിവാദ്യങ്ങൾ ഹമാസ് ഭീകരർക്ക് എത്തിച്ചു കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നത് ഈ രാജ്യം ഒരു ബഹുസ്വരതയെ താലോലിക്കുന്നത് കൊണ്ടാണ്. ഈ രാജ്യം ബഹുസ്വര രാജ്യമായതുകൊണ്ട് മാത്രമാണ് ഇവർക്കതിന് കഴിയുന്നത്. അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയാ പറ്റുക? ഇവരിവിടെ ഇതിനകത്ത് തന്നെ കിടന്നിട്ട് ഇവര് തമ്മിലടിയും, ഒരു രക്ഷയുമില്ലാത്ത വിധം തമ്മിലടിച്ച് തല്ലിപ്പിരിഞ്ഞുകൊണ്ടിരിക്കുക. മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമിയെ കണ്ണിന് നേരെ കണ്ടൂടാ, ജമാഅത്തെ ഇസ്ലാമിയെ സുന്നിക്ക് കണ്ണിന് നേരെ കണ്ടൂടാ. അങ്ങനെ ഇവർ പരസ്പരം പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനും സ്വാതന്ത്ര്യമുള്ളത് ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? അപ്പോ ഇവരുടെ ഇത്തരം കുത്തിത്തിരിപ്പുകളും തമ്മിലടിയും എത്രത്തോളം ഒരു മനുഷ്യ ജീവിതത്തെ, ഒരു ബഹുസ്വര സമൂഹത്തെ, ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയെ തകർക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇസ്ലാം എന്ന ഭീകരതയെ സംബന്ധിച്ച് യൂറോപ്പിലും അമേരിക്കയും വലിയ രൂപത്തിൽ ചിന്താശേഷിയുള്ള ആളുകൾ അവിടെ ശക്തിയുക്തം എന്താണ് ഇസ്ലാം എന്ന് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും മുറിയന്മാരെ പബ്ലിക്കിലിട്ട് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരുടെ കയ്യിലിരിപ്പ് ശരിയല്ലാത്തത് കൊണ്ടാണ്. ഇവരുടെ ഹറാം ജിഹാദും ഹലാൽ ജിഹാദും. ഈ രാജ്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇവർക്ക് ഇതൊക്കെ പറ്റുന്നത്. സ്വന്തം മകളാകട്ടെ, പെങ്ങളാകട്ടെ, അതല്ല പെങ്ങള്, മകള്, അതല്ലെങ്കിൽ അമ്മ, ഇവരെയൊക്കെ വിവാഹം ചെയ്യാമോ? അവിടെയും ഹറാമും ഹലാലും. കുട്ടികളെ മറയിട്ട് പഠിപ്പിക്കാൻ അവിടെയും ഹറാമും ഹലാലും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, തൊഴിലെടുക്കുന്ന സ്ഥാപനങ്ങളിൽ. ഇന്നലെ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു ലൈവില്. ഒരു 10-21 വയസ്സുണ്ടാകും ഒരു യുവാവ്. ചെക്കൻ അറബി പഠിക്കുന്നേക്കനാ. പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏതോ ഒരു വൃദ്ധ സ്ത്രീ ചെക്കന് കൈ കൊടുക്കാൻ വന്നപ്പോഴേക്ക് ഞാൻ കൈ തരില്ല, എന്റെ കൈ നിങ്ങളുടെ കയ്യിലേക്ക് സ്പർശിക്കാൻ പാടില്ല, കാരണം കയ്യിലാണെന്ന് തോന്നുന്നു ലൈംഗിക ഉദ്ധാരണം ഉണ്ടാകുന്നത്, പാടില്ല എന്ന് പറഞ്ഞിട്ട് ചെക്കൻ അവരെ ഓടിച്ചു വിട്ടിട്ട് പറയാണ്, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ എല്ലാവർക്കും കൈ കൊടുക്കില്ല. അവസരം കിട്ടിയാൽ പിള്ളേരെ പീഡിപ്പിക്കുന്ന ഉസ്താദുമാരെ കുറിച്ച് ഞാൻ ഓർത്തുപോയി കേട്ടോ. എന്തായിരുന്നാലും ജനങ്ങൾക്ക് ചിന്തിക്കാൻ
ഇത്തരക്കാർ ഇവിടെ വേണം, ഇവിടെ തന്നെ വേണം. ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണം. ഒരു പക്ഷേ നമ്മൾ പറഞ്ഞാലൊന്നും ഇവർക്ക് മനസ്സിലാകത്തില്ല. ഇപ്പൊ ഇസ്ലാം ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിൽ നിൽക്കാൻ കാരണക്കാരായത് മുസ്ലിങ്ങൾ തന്നെയാണ്. ജിന്നിറക്കുന്ന കേന്ദ്രം, ജിന്നുകള് മനുഷ്യന്റെ ശരീരത്തിൽ കൂടുമെന്നും അവര് മനുഷ്യന്റെ ശരീരത്തിൽ കയറി അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് കൊണ്ട് ഒരു ജിന്ന് ചികിത്സാ കേന്ദ്രം ഇവിടെ തുടങ്ങണമെന്ന് മുജാഹിദ് ബാലുശ്ശേരി വിളിച്ചു കൂവിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പ്രവാസികളുടെ ഭാര്യമാർക്കാണ് കേട്ടോ ഈ ജിന്നിളക്കം കൂടുതൽ. കാരണം അവളുമാരെയാണ് ഉസ്താദന്മാര് കൊണ്ടുപോയിട്ട് പണിയുന്നത്. അങ്ങനെ മന്ത്രവാദികളുടെ അടുത്ത് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്ന ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ ടീമിന്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഖുർആനും സുന്നത്തും ഇതൊക്കെയാണ് പഠിപ്പിക്കുന്നതല്ലേ. ആഹാ, നല്ല നവോത്ഥാന നായകന്മാർ. രോഗം മാറാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്നാ പിന്നെ ആശുപത്രികളൊക്കെ അടച്ചു കൂട്ടിയേക്കാമല്ലേ. അപ്പൊ ജിന്നിനോട് കാര്യത്തിന് വേണ്ടിയിട്ട് സഹായവും തേടാമല്ലേ, കുഴപ്പമൊന്നുമില്ല. അപ്പോ തലയ്ക്കകത്ത് ആള് താമസമുള്ള യുവതലമുറ ചോദിക്കും, ഇവന്മാരൊക്കെ കഴുതയുടെ ബുദ്ധിയുമായിട്ടാണ് ഇവിടെ ഇവന്മാരെ അയച്ചിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള മിക്ക രാജ്യങ്ങളിലും ഇന്ന് ഇസ്ലാം പടിയിറങ്ങിക്കൊണ്ടിരിക്കുക. ഇസ്ലാമിക രാജ്യങ്ങൾ പോലും ഇസ്ലാമിനെ വലിച്ചെറിയുന്നു. ഖുർആൻ ഓടയിൽ. കാരണം എന്താ? ആ ഓടയിൽ കിടക്കാനുള്ള സ്ഥാനമേ ആ പുസ്തകത്തിനുള്ളൂ എന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞത്. ഇത്തരം സിമ്പിളാണ്. എന്തിനാ ഈ ചുന്നത്ത് എന്നല്ലേ പ്രമോദയം പറഞ്ഞുതരാൻ. ചുന്നത്ത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ഇപ്പോ പല സന്ദർഭങ്ങളിലും ഇസ്ലാമും മുസ്ലിമിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ആ പദത്തിന്റെ അർത്ഥം പോലും അറിയില്ല. ആന്ന് ഇവർക്കതിന്റെ അർത്ഥം പോലും അറിയില്ല. എന്നിട്ട് ഇവരെ ഞാൻ 10 വർഷം ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളാ. മുമ്പ് ക്ലബ് ഹൗസില് അനസ് എന്നും പറഞ്ഞൊരു ഉസ്താദ് ഞാനുമായിട്ട് ചർച്ചയ്ക്ക് വന്നു. ഇദ്ദേഹത്തിന് ഇസ്ലാമിനെ കുറിച്ചിട്ട് യാതൊന്നും അറിയില്ല എന്നൊന്നും ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം. അങ്ങനെ അറിയാം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നത്. പറഞ്ഞു വന്നപ്പോഴേക്ക് ഇദ്ദേഹം പറഞ്ഞു, ഖുർആനിൽ മനുഷ്യനെ കൊല്ലണം എന്ന ഒരു വചനമില്ല. ഞാൻ പറഞ്ഞു, ഉണ്ടല്ലോ. ഇല്ല, ഖുർആനിൽ അങ്ങനെ ഒരാള് അമുസ്ലിമായതിന്റെ പേരിൽ കൊല്ലാനൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്ന്. ഞാൻ പറഞ്ഞു, ശരി, എന്നാ ഖുർആൻ വചനം ഞാൻ കാണിച്ചു തരാം. ഇൻഡെക്സ് കൊടുത്തു. ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അപ്പം പോയതാ. ഇവർക്ക് ഖുർആനിനെ കുറിച്ചോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് എന്താണെന്നോ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഇവർ ഡിബേറ്റിന് വരിക. ഇവര് വിചാരിക്കുന്നത് ഇപ്പൊ തന്നെ നമ്മളെ എന്തെങ്കിലും പറഞ്ഞങ്ങോട്ട് തോൽപ്പിച്ച് കളയാം എന്നൊക്കെയുള്ള മനോഭാവത്തിലാണ് ഇവർ വരിക. ആ വചനം അങ്ങനെ, ഈ വചനം ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ എൻ്റെ ഒരു ചോദ്യമുണ്ട്. ഈ ഖുർആൻ നബി കണ്ടിട്ടുണ്ടോ? അല്ല, നിങ്ങളെ അർത്ഥമൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരേ അർത്ഥം തന്നെയാണെങ്കിൽ എന്തിനാണ് നൂറുകണക്കിന് പരിഭാഷകൾ? എന്തിനാ നൂറുകണക്കിന് അർത്ഥങ്ങള്, ആശയങ്ങള്, നൂറുകണക്കിന് അഭിപ്രായങ്ങള്, വ്യാഖ്യാനങ്ങള്, ദുർവ്യാഖ്യാനങ്ങൾ? എന്തിനാ? ജനങ്ങൾ ഇങ്ങനെയൊക്കെ അള്ളാഹുവിന്റെ കിതാബിനെ ഒരു ബഹുസ്വര സമൂഹം പല രൂപത്തിലാണ് മനസ്സിലാക്കുന്നത് എന്ന് നേരത്തെ അറിയാമായിരുന്ന അദൃശ്യജ്ഞാനിയായ പടച്ചോൻ നേർക്ക് നേരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പണഞ്ഞങ്ങ് ഇറക്കിയാ പോരായിരുന്നു. അതിനകത്ത് പെടും. ഇവർക്കും അറിയില്ല. മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായി ജനിച്ചതുകൊണ്ട് മാത്രം ഇസ്ലാമിനെ പുൽകി ജീവിക്കുന്ന എത്രയോ പേരെ എനിക്കറിയാം. ഇവര് പറയുന്നു ഇസ്ലാം എന്ന പ്രതിഭാസം 6-ാം നൂറ്റാണ്ടിൽ നിന്ന് മുഹമ്മദിന്റെ സൈന്യം മക്കയിലേക്ക് പുറപ്പെട്ടതു മുതൽ ആഗോള തലത്തിൽ ഇസ്ലാം അങ്ങ് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നും, പക്ഷേ പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ വ്യാപനം സമീപ കാലഘട്ടങ്ങളിൽ
ഓടയിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇവർ ഉൾക്കൊണ്ടാലും ശരി, ഇല്ലെങ്കിലും ശരി. പാശ്ചാത്യ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ വ്യാപനം എന്താണ് എന്ന് തെരുവുകളിൽ നമ്മൾ കാണുക, എയർപോർട്ടുകളിൽ നമ്മൾ കാണുക, ഫ്ലൈറ്റിനകത്ത് നമ്മൾ കാണുക. ഇതിന് നേതൃത്വം നൽകുന്നതാരാ? മുസ്ലിം ബ്രദർഹുഡ്. ആഹാ, സൂപ്പർ. സിറിയയിലെ ഐസിസ്, ആഹാ, അവര് ലക്ഷ്യമിടുന്ന സമൂഹങ്ങളിൽ എന്താ അവര് ചെയ്യുന്നത്? ശരീഅത്ത് നിയമം പ്രാവർത്തികമാക്കുക. എന്താല്ലേ ഇസ്ലാമിന്റെ വ്യാപനം! ഭയങ്കരമായിട്ട് ഇസ്ലാമിനെ ഇവര് വളർത്തിക്കൊണ്ടിരിക്കുക. സൗദി അറേബ്യയിൽ MBS എന്ന തലയ്ക്കകത്ത് ആള് താമസമുള്ള ഭരണാധികാരിയുടെ കയ്യിൽ സൗദി അറേബ്യയുടെ കടിഞ്ഞാൺ കിട്ടിയതോടുകൂടി സൗദി 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര നിയമങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുവൈറ്റ് രാജകുമാരൻ മതം വിട്ടു. ദുബൈ രാജകുമാരി മതം വിട്ടു. ഇന്തോനേഷ്യയിലെ രാജാവിന്റെ മകൾ മതം വിട്ടു. ഇതൊന്നും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ, അതുപോലെ യൂട്യൂബ് ഓളികൾ ഇത്തരം വാർത്തകളൊന്നും നമ്മളോട് പറയുമെന്ന് വിചാരിക്കല്ലേ. ഇല്ല. അവർക്ക് അടി കിട്ടുന്ന, അവരുടെ നട്ടെല്ലു പിളരുന്ന രൂപത്തിൽ അടി കിട്ടുന്ന രൂപത്തിലുള്ള ഇത്തരം വാർത്തകളൊന്നും ഇവർ പറയില്ല. ഓടകളിൽ നിന്ന് കണ്ടെയ്നറുകളിൽ ഖുർആൻ വാരിക്കോരിയിട്ട് JCB ഒക്കെ കണ്ടില്ലേ? എത്ര വാർത്തകളാണ്. ഈ വാർത്തകളൊന്നും നമ്മുടെ നാട്ടിൽ മാത്രം ഒരു വാർത്തയേ അല്ല. ആർക്കും ഇക്കാര്യത്തെ കുറിച്ച് യാതൊരു അറിവുമില്ല. കുവൈറ്റ് രാജകുമാരൻ മതം വിട്ടത് എന്തേ? ഷെയ്ഖ മെഹ്റ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അപ്പിക്കുപ്പായത്തിനകത്തിറങ്ങി 5 നേരം ഉച്ചയും കുത്തി മറിയുന്ന വ്യക്തിയാണോ ദുബൈ രാജകുമാരി? അല്ല. ഇസ്ലാം എന്ന് പണയാൻ പോലും അവർക്ക് ഇഷ്ടമില്ല. അവരൊരു ഫ്രഞ്ച് റാപ്പറേയും കല്യാണം കഴിച്ച് സുഖസുന്ദരമായിട്ട് അവരുടെ ജീവിതം ആസ്വദിക്കുന്നു. ജോണി അങ്ങനെയൊന്നും പറയാം. അതെ, മുസ്ലിങ്ങളെ വളരെ വൈകാരികമായ രൂപത്തില് ചിന്തിപ്പിക്കുന്ന സംഗതിയാണല്ലോ. പോട്ടെ. അപ്പോ ഇവരേതാണ്ട് ഇസ്ലാമിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് 5 ഘട്ടങ്ങളിലൂടെയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ലോകവ്യാപകമായി ഇസ്ലാമിനെ കൊണ്ടുവരണം, മുസ്ലിങ്ങൾ മാത്രം മതി ഈ ഭൂമിയിൽ എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. അതായത് 1 ഇൻക്യുബേഷൻ ആണ്. അതായത് ഒരു പാശ്ചാത്യ ജനാധിപത്യ രാജ്യത്ത് ആദ്യ കുറച്ച് മുസ്ലിങ്ങൾ എത്തുമല്ലോ, നുഴഞ്ഞു കയറിയും അഭയാർത്ഥികളായും മതമാറിയും ഒക്കെ എത്തുമല്ലോ. അവരെ സ്വീകരിച്ച രാഷ്ട്രത്തോട് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിക്ക്, പിന്നെ മതി. ഷോപ്പ് കീപ്പർമാര്, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രൊഫസർമാർ, ഡോക്ടർമാർ, അങ്ങനെ പല രൂപത്തിലുള്ള പ്രൊഫഷണലുകൾ, ഇവരൊക്കെയായിട്ട് ആദ്യം മറ്റുള്ളവരോട് ഭയങ്കരമായിട്ട് മതിപ്പുണ്ടാക്കുന്ന രൂപത്തിൽ, അയ്യോ തങ്കപ്പെട്ട വരിക്ക ചരക്ക് അവരുടെ ശരീരത്തിൽ നിന്ന് ഒരച്ചാൽ നമുക്ക് 916 ഗോൾഡ് കിട്ടും. അത്രയ്ക്ക് നല്ല പത്തരമാറ്റ് തനി തങ്കമായിട്ട് അവരാ രാജ്യങ്ങളിലൊക്കെ അങ്ങോട്ട് ജീവിച്ചു തുടങ്ങും. അയ്യോ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോടൊക്കെ സ്നേഹം, വാരിക്കോരി സ്നേഹം, തോളിൽ കൈയിടുന്നു, സ്നേഹിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അയ്യോ അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. അങ്ങനെ ഇൻക്യുബേറ്ററിൽ വെക്കില്ലേ കുട്ടികളെ, അതുപോലെ ഇവര് ഇൻക്യുബേഷൻ സൈലന്റ് ആയിട്ട് ഇവർ അത്യാവശ്യം മറ്റുള്ളവർക്ക് സംശയം തോന്നിപ്പിക്കാത്ത, മറ്റുള്ളവർക്ക് നമ്മളോട് വെറുപ്പ് തോന്നാത്ത രൂപത്തിൽ ഇവര് കഴിഞ്ഞങ്ങോട്ട് പോകും. ആവശ്യത്തിന് കുറച്ച് കൂടുതൽ ആളുകൾ, മുസ്ലിങ്ങള് ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒത്തുകൂടുമ്പോൾ ഇവർക്കിടയിൽ ചില ഹിഡൻ അജണ്ടകൾ ഉണ്ടാകും. സ്വന്തം സമുദായത്തിനകത്ത് നമുക്ക് മതനിയമം മതി കേട്ടോ, അവന്മാരുടെ നിയമം ചുരുട്ടിക്കുട്ടി എറിയണം, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ.
എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ പറയും ഇസ്ലാം ഇങ്ങനെ ചക്കരയാണ്, ഭയങ്കര സംഭവമാണ് ഇസ്ലാം, നിങ്ങൾക്കും എന്നാ പിന്നെ അങ്ങ് മുസ്ലിങ്ങളാക്കി ആയിക്കൂടെ. അങ്ങനെ ഇവരെ ക്രമേണ ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിങ്ങളെ കുറിച്ചും അവരുടെ തലച്ചോറിലേക്ക് ഇങ്ങനെ ഭാരിച്ച ബാധ്യതകൾ ഇഞ്ചക്ട് ചെയ്തു. എന്നിട്ട് അവരിങ്ങോട്ടൊന്നും ചോദിക്കാൻ പാടില്ല, സംശയങ്ങളൊന്നും ഇവർക്ക് ഇഷ്ടമല്ല, എതിർപ്പുകൾ ഇഷ്ടമല്ല, ചോദ്യം ചോദിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവര് അതിനെയൊക്കെ എങ്ങനെ തടയിടണം എന്നവർ ചിന്തിച്ച് പ്രവർത്തിക്കും. എന്നിട്ട് ഇവര് ഇസ്ലാമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാം ആകാനുള്ള ഭാഗ്യം ലഭിച്ചില്ലല്ലോ, നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ ഇന്നാ ചില സംവാദങ്ങൾ, കുറച്ച് CD തരട്ടെ. ശരി, ഇസ്ലാമിനെ സമാധാനത്തിന്റെ മതമായി, നല്ല നന്മയുടെ പ്രതീകാത്മകമായിട്ടുള്ള മതവിശ്വാസികളായിട്ട് ഇവരും അങ്ങോട്ട് അഭിനയിക്കും. ശരീഅത്ത് നിയമം ഇവർക്ക് അഭയം നൽകിയ രാജ്യത്തിന് ഭീഷണിയല്ല എന്ന രൂപത്തിൽ ഇവർ അഭിനയിക്കാൻ. പക്ഷേ സമുദായത്തിന് പുറത്ത് ഇവർക്ക് ഈ ശരീഅത്ത് നിയമം പറ്റില്ല. ഇസ്ലാമിന്റെ മഹത്വം എന്താണ് എന്ന് ഇവരുടെ കാപഠ്യങ്ങളിലൂടെ, എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം, ഞങ്ങൾ അങ്ങനെയാണ്, അങ്ങനെ ഇവര് കഴുത്തിന് ചുറ്റും നാവിട്ടടിച്ച് വാചാലരാകും ഞങ്ങളുടെ മതത്തിന്റെ മതേതരത്വത്തെ കുറിച്ച് പറയാൻ. ഇവർക്ക് അഭയം നൽകിയ, ഇവരെ വിശ്വസിച്ച ആളുകൾക്ക് ഇവരിൽ മതിപ്പുണ്ടാകും. പക്ഷെ എന്താലേ, ഇവര് തീവ്രവാദികളൊന്നുമല്ല, പുരോഗമനവാദികളായിട്ട് ഇവര് മാറുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രത്തില് ഇതുപോലെയുള്ള ആളുകൾ മുതൽക്കൂട്ടാണ്. അങ്ങനെ ഇവരെ രാഷ്ട്രീയ നേതൃനിരയിലേക്ക്, പട്ടികയിലേക്ക് എങ്ങനെ കയറാം എന്ന രൂപത്തിൽ ചുറ്റിനുമുള്ള ആളുകളെ ഇവർ കയ്യിലൊതുക്കും. അടുത്തതാണ് നുഴഞ്ഞുകയറ്റം. ചിലയിടങ്ങളിൽ മുസ്ലിങ്ങളൊക്കെ നിർണായകമായിട്ടൊരു സ്വാധീനം നേടിയെടുത്തു കഴിഞ്ഞാല് അവർക്ക് അഭയം നൽകിയ രാജ്യത്തോട് അതിനോടൊന്നും ഇവർക്ക് മതിപ്പുണ്ടാകത്തില്ല. ഇവർക്ക് പിന്നീട് കുറച്ചുകൂടി ഉയർന്ന സ്ഥാനമാനങ്ങൾ വേണം, അവരുടെ വലിപ്പം പെരുപ്പിച്ചു കാണിക്കണം, അവർക്ക് സംഘടനകൾ ഉണ്ടാക്കണം. അങ്ങനെ അവർക്ക് ഗവൺമെന്റ് ഷെൽട്ടറുകളിലേക്കൊക്കെ ഇവർക്ക് കൂടിക്കയറണം, രാഷ്ട്രീയമായിട്ട് ഇവർക്ക് അധികാരം വേണം. അങ്ങനെ ഇവര് ചില ക്യാമ്പയിനുകളൊക്കെ നടത്തി, പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തി, അങ്ങനെ ഇവർ ആ നാട്ടിൽ എന്തോ വലിയ സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി കുറെ സംഘടനകൾ ഉണ്ടാക്കി. സായുധ സേനകളിലും ജയിലുകളിലും സർവകലാശാലകളിലും ഇസ്ലാമിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റുകളിലും മുസ്ലിം വിദ്യാർത്ഥികളുള്ള പൊതുവിദ്യാലയങ്ങളിലും ഒക്കെ നമസ്കരിക്കാൻ അനുമതിക്കു വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും, കുഞ്ഞു കുഞ്ഞു പള്ളികൾ, മദ്രസകൾ, അങ്ങനെ ഇവർക്ക് ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടി ഒരുപാട് മത ആലയങ്ങൾക്കു വേണ്ടിയാകും അടുത്തതായി ഇവർ മുറവിളി കൂട്ടുന്നത്. കാരണം ഇവർക്ക് അടങ്ങി ഒതുങ്ങി മര്യാദയ്ക്ക് പോകാനൊന്നും പറ്റില്ല. അടുത്തതായിട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇത്രയുമായല്ലോ, ഞങ്ങൾക്ക് സായുധ ബലമായി, സംഘടനാ ബലമായി, ഞങ്ങൾക്കെമ്പാടും അണികളുണ്ട്, ഞങ്ങൾ സംഘട്ടനം വായോ, അടിയെങ്കിൽ അടി തന്നെ. ഇവർക്ക് അഭയം നൽകിയ രാജ്യത്ത് മുസ്ലിങ്ങൾ ന്യൂനപക്ഷമാകുന്ന സമയത്ത് ഞങ്ങളെ അടിക്കുന്നേ, ഞങ്ങളെ വേട്ടയാടുന്നേ, ഞങ്ങളുടെ നിയമങ്ങളൊന്നും അംഗീകരിച്ചിട്ട് ഞങ്ങൾക്ക് തട്ടമിട്ട്, ഞങ്ങൾക്ക് ഉച്ചയും കുത്തി മറിഞ്ഞ്, ഞങ്ങൾക്ക് മതം പഠിപ്പിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞു മറ്റുള്ളവരുടെ മുമ്പിൽ ഇവർ ഒരു ഡെമോ കാണിക്കും. മുസ്ലിം സമുദായത്തിലെ ഇത്തരം തെമ്മാടിത്തരങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെ പെരുവഴിയിലിട്ട് കൈകാര്യം ചെയ്യുന്നത്. യൂറോപ്പിലെയും UK-യിലും ഒക്കെ മുസ്ലിം അഭയാർത്ഥികൾ അവിടെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് മനസ്സിലാകും. ഇത് തന്നെയാണ് അടുത്ത കാലത്ത് മാനന്തവാടി വെള്ളമുണ്ട എന്ന് പറയുന്ന സ്കൂളിൽ ഉണ്ടായ സംഭവങ്ങൾ. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അടിച്ചു നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാകും. നിർമ്മല കോളേജിൽ നമസ്കരിക്കാൻ സ്ഥലം വേണമെന്ന് പറഞ്ഞതെല്ലാം ഇതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നടത്തിയ റിസർച്ചുമായി നോക്കുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് സാമ്യതകൾ കാണാൻ സാധിക്കും. റിയാലിറ്റീസ് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ പറയുന്നതിന്റെ ജെന്യൂനിറ്റി എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും. മുസ്ലിം ജനസംഖ്യ ഭൂരിപക്ഷമാകുകയും അതല്ലെങ്കിൽ ഇസ്ലാം ഒരു പ്രദേശത്തെ നിയന്ത്രണം മുഴുവനും അവരുടെ കരങ്ങളിലാകുകയും ചെയ്യുമ്പോൾ അവിടെ മുഴുവനും മതനിയമം അടിച്ചേൽപ്പിക്കപ്പെടും. നമ്മൾ ഇത്രയും പേര് മുസ്ലിങ്ങളാണല്ലോ, ഇവിടെ മതനിയമം മതി.
പിന്നീട് ഇസ്ലാമിക ക്ലാസ്സുകളായി, പിന്നീട് ഐസിസിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി സംഘടനാ നേതാക്കൾ വരും. പിന്നീട് അമുസ്ലിങ്ങൾക്കെതിരെ ഖുർആൻ വചനങ്ങൾ പുറത്തെടുക്കും. അതുവരെ മതേതരത്വമായിരുന്നു കേട്ടോ. എനിക്ക് എന്റെ മതം, നിനക്ക് നിന്റെ മതം എന്ന് പറഞ്ഞിരുന്ന ആളുകൾ എല്ലാവർക്കും എന്റെ മതം മതി എന്ന ഒരു ആശയത്തിലേക്ക്. അനുയോജ്യമായിട്ടുള്ള ഉദാഹരണം നിങ്ങൾ നോക്കിയാൽ മതി. ഇസ്ലാമിക രാഷ്ട്രങ്ങളിലേക്ക് നോക്കുക. അവിടെ ശരീഅത്ത് നിയമം മാത്രം. ഔദ്യോഗിക നിയമം വേറെ, പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ വേറെ. എന്നാലും ക്രൂരതയോടുകൂടി പ്രാകൃതമായിട്ടുള്ള നിയമങ്ങൾ നടപ്പിലാക്കുന്ന രാജ്യങ്ങളെ നമ്മൾ കാണുന്നില്ല. മറ്റു മതങ്ങളെ അവരെങ്ങനെയാ നോക്കി കാണുന്നത്? പാകിസ്ഥാനിലെയും മറ്റുമൊക്കെ ഇസ്ലാം ഭൂരിപക്ഷ രാഷ്ട്രങ്ങളുടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ജനങ്ങൾ അവർക്കിടയിൽ കിടന്ന് അനുഭവിക്കുന്ന യാതനകൾ എത്രയാ. ബംഗ്ലാദേശ് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ. മതേതരത്വത്തിന് വേണ്ടി വാദോരാതെ വാദിക്കുന്ന ആളുകൾ ഇതൊരു കാപഠ്യമാണ് എന്നെങ്കിലും മനസ്സിലാക്കുക. മതത്തിൽ നിന്നും വിഭിന്നമായിട്ടുള്ള ഒരു ഇതരത്വത്തിന് വേണ്ടിയിട്ടല്ല ഇവര് ഇറങ്ങി കളിക്കുന്നത്. ഇവരെന്തിനാണ്? ഇവർക്ക് ലോകം മുഴുവനും ഇസ്ലാം മത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടി, ലോകത്ത് മുസ്ലിങ്ങൾ മാത്രം മതി എന്ന് അവരങ്ങോട്ട് തീരുമാനിച്ചു. അതുകൊണ്ട് മുസ്ലിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ്, വാളുകൊണ്ട് സമാധാനം ഉണ്ടാക്കുന്നവരാണ്. അതുകൊണ്ട് അവര് പറയുന്നത് പോലെ കേട്ടാൽ മര്യാദയ്ക്ക് ഇവിടെ ജീവിച്ചു പോകാം. അവര് പറയുന്നത് പോലെ കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വ്യാപാരം, മക്കളുടെ പഠനം, ഈ രാജ്യത്ത് താമസിച്ചു പോകുക, രാഷ്ട്രീയ നിലപാടുകൾ ഒക്കെ വലിയ തലവേദനയാണ്. അതുകൊണ്ട് അവരുടെ തോളിൽ നാളെ കൈയിടണമെങ്കിൽ അവര് കാണിക്കുന്ന തന്തയില്ലായികകൾ മുഴുവനും കണ്ണടച്ചും മിണ്ടാതെ പ്രോത്സാഹിപ്പിച്ചു മുന്നോട്ട്. അങ്ങനെയുള്ള കുറെ സെക്യുലറിസ്റ്റുകൾ നമുക്കിടയിലുണ്ട്. അവർ നമ്മുടെ രാജ്യത്തിന് വലിയ രൂപത്തിൽ ഭീഷണിയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന ആളുകൾ അവരാണ്. അവർക്ക് ഈ രാജ്യത്തെ സംബന്ധിച്ച് യാതൊരു പ്രതിബദ്ധതയും ഒന്നുമില്ല. ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മള് ചാറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് റീൽസ് കാണുന്നുണ്ട്, സിനിമകൾ കാണുന്നുണ്ട്, സീരിയലുകൾ കാണുന്നുണ്ട്, ഫോട്ടോസ്, അത് ഇതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യുന്നുണ്ട്, ചിലർക്ക് നിങ്ങൾ സേവ് ചെയ്യുന്നുണ്ട്, കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരിക്കലും നിങ്ങളോട് ആരോടും എൻ്റെ ചാനൽ ലൈക്ക് അടിക്കണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻസ് ചെയ്യണം, നിങ്ങൾ വേണ്ടപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ പറയാത്ത കാരണം ഇത് കേൾക്കുന്നവർക്ക് സ്വയം തോന്നണം. ഇവർ ഈ ജീവൻ പണയപ്പെടുത്തി ഇത്തരം കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങൾ നമ്മളോട് തുറന്നു പറയുന്നതിൻ്റെ പേരിൽ എന്തെല്ലാം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊന്ന് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഒരു കമന്റ്സിന് പോലും സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളൊക്കെ ഈ രാജ്യത്തെ എങ്ങനെയാണ് സേവിക്കുന്നത്, എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എന്ന് സ്വയം ലജ്ജ തോന്നട്ടെ എന്ന് കരുതിയാണ് ഒരിക്കലും ഞാനത് പറയാത്തത്. കാരണം നിങ്ങളുടെ ഒരു ലൈക്കോ ഒരു ഷെയറോ ഒരു കമന്റോ ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിഷയമേ അല്ല. എനിക്ക് പറയാനുള്ളത് എനിക്ക് ലഭിച്ചിരിക്കുന്ന മീഡിയയിലൂടെ പരിമിതമായിട്ടുള്ള സൗകര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു വെക്കുന്നു. ഏത് സമയത്ത് വേണമെങ്കിലും തീരാവുന്ന ഒരു ജീവിതം. എല്ലാവരുടേതും അങ്ങനെ തന്നെയാണെങ്കിലും എൻ്റെ തലയെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ ആ തല പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു വെക്കണം. ഭീകരമായിട്ടൊരു അന്തരീക്ഷത്തിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നും ഈ രാജ്യം തീവ്രവാദികൾ അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിപ്പിക്കാൻ സാധ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നെന്നും അതിനെ ഭീതിയോടുകൂടി കാണുകയല്ല വേണ്ടത്, ജാഗ്രതയോടുകൂടി അതിനെ എതിർക്കലാണ് വേണ്ടതെന്നും കൃത്യമായ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കണം. സ്വലാഹി, വാപ്പ പൈസയുമായിട്ട് വരുന്ന വഴിക്ക് നിന്റെ വാപ്പ കാറിടിച്ച് ചത്തുപോയി എന്ന് പറഞ്ഞു കേട്ടില്ലേ? വാപ്പ പൈസയുമായിട്ട് കുറുക്ക് ചാടി വന്നതാ, എനിക്ക് പൈസ തരാൻ വേണ്ടിയിട്ട് വന്നതാ, കാറിടിച്ച് ചത്തുപോയി.
എന്തു പറയണം, എവിടെ പറയണം, എന്തിന്റെ അടിസ്ഥാനത്തിൽ പറയണമെന്ന് പോലും അറിയാത്ത ഒരു കൂട്ടർ വന്നിട്ട് ഈ വരുന്ന ആളുകളുടെയൊക്കെ പേരുകൾ ശ്രദ്ധിച്ചാൽ മതി. മതതീവ്രവാദത്തിനെതിരെ പറയുമ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോഴും ഇവർക്ക് കുരുക്കൾ പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്നാലോചിച്ചാൽ മതി എന്താണ് ഇവരുടെ ലക്ഷ്യമെന്ന്. ഈ മതതീവ്രവാദികൾ നമ്മുടെ വീട്ടുനടയിലെത്തി കോളിംഗ് ബെൽ അടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴും നമ്മൾ പറയുന്നു, ഏയ് തീവ്രവാദമോ, എനക്കറിയില്ല. ശരി, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ നിങ്ങളോട് ചില സ്വകാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. 1378 ഇന്ത്യയിൽ നിന്നൊരു ഭാഗം വേർപെടുത്തി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഇസ്ലാമിക രാജ്യമായി മാറി. ഇറാൻ. 1378 ഇന്ത്യ ആദ്യമായി പകുത്തു കൊടുക്കുവാണ് ഇറാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രമായി. 1768 ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഭാഗം വേർപെടുത്തി അഫ്ഗാനിസ്ഥാനായി മാറും. പിന്നീട് 1947 ശേഷിക്കുന്ന ഒരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രം കൂടി പിറവികൊള്ളുന്നു, പാകിസ്ഥാൻ. 1971 ഇന്ത്യയിൽ നിന്നും മറ്റൊരു ഭാഗം വേർപെടുത്തി ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറുന്നു, ബംഗ്ലാദേശ്. വല്ലതും മനസ്സിലായോ? 1378 ഇറാൻ, 1761 അഫ്ഗാനിസ്ഥാൻ, 1947 പാകിസ്ഥാൻ, 1971 ബംഗ്ലാദേശ്. 1952 1990 ഇടയിൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം മുഴുവനും ഇസ്ലാമിക് സ്റ്റേറ്റ് ആയി മാറി, കാശ്മീർ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് ഒരു മുസ്ലിം ലീഗിന്റെ യുവ നേതാവ് വന്നിട്ട് ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനു വേണ്ടി കേന്ദ്ര സർക്കാർ ഞങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ട് മലബാർ ജില്ല മുഴുവനും ഞങ്ങൾക്കൊരു സംസ്ഥാനമാക്കി ഇങ്ങോട്ട് കൊണ്ട. കാശ്മീരിനെ മതവൽക്കരിച്ചത് പോരാ, ഇനി മലബാർ മുഴുവനും ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റണം ഞങ്ങൾക്ക്. ഇപ്പോ ഉത്തർപ്രദേശ്, അസം, കേരളം ഓർത്തു വെച്ചോ. ഉത്തർപ്രദേശ് അറിയാമല്ലോ, ഏറ്റവും വലിയ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ആളുകളും ഏറ്റവും കൂടുതൽ ജില്ലകളുമുള്ള, ഏറ്റവും കൂടുതൽ ഭൂപ്രദേശവുമുള്ള ഒരു സംസ്ഥാനമാണ് യുപിയും അസം, കേരളം. ഈ 3 സംസ്ഥാനങ്ങളും ഏത് നിമിഷവും ഇസ്ലാമിക് സ്റ്റേറ്റ് ആകാവുന്ന സാഹചര്യം അതിക്രമിച്ചു. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വക്കിലൂടെയാണ്. അതുകൊണ്ടാണ് യുപിയിൽ വഖഫ് പോലെ, NRC, CAA പോലെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ശക്തമായ രൂപത്തിൽ നിലപാടുകൾ എടുക്കാൻ, നിയമം നടപ്പിലാക്കാൻ കഴിവുള്ള ഭരണാധികാരി ശക്തിയുക്തം ആ നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകളും മസ്ജിദുകളും ഒക്കെ ഒളിച്ചു മാറ്റി തീവ്രവാദികളെ ചൂണ്ടുവിരലിൽ നിർത്താൻ യോഗി ആദിത്യനാഥിന് സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാം. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഓരോ ഭൂപ്രദേശങ്ങളും കൈയടക്കി വെച്ച്, ഓരോ ക്ഷേത്രങ്ങളും പിടിച്ചെടുത്തു മസ്ജിദുകളാക്കി, ആ പ്രദേശങ്ങളിലെ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ വിരട്ടി ഓടിച്ച് അവിടെയൊക്കെ ശരീഅത്ത് നിയമങ്ങൾ കൊണ്ടുവരാൻ ഇവർ സജ്ജമാകുമ്പോൾ യോഗി ആദിത്യനാഥ്
മദ്രസകളിൽ എന്താ തുടക്കത്തിൽ ചൊല്ലുന്നത് എന്ന് ചോദിക്കുക. അനധികൃതമായി കെട്ടിയുണ്ടാക്കിയ മദ്രസകളും നിയമാനുസൃതമുള്ള മദ്രസകളും മുഴുവനും അതിന്റെ എണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരൂ. അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻ, അവിടെ പഠിപ്പിക്കുന്ന ടോപ്പിക്സ് എന്താണ് എന്ന് നമുക്കറിയണം. ഇനി ക്യാമറ വയ്ക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. അതും യോഗി ആദിത്യനാഥ് വെക്കും. കാരണം കുട്ടികളെ പീഡിപ്പിക്കുന്ന ഇത്തരം ഉസ്താദുമാരെ സംബന്ധിച്ചിടത്തോളം മദ്രസകളിൽ ക്യാമറ വയ്ക്കണം. കേരളത്തിൽ ഒരു പരാതി പെട്ടിയെങ്കിലും വെക്കുമോ മദ്രസകളിൽ? ഒരു കൗൺസിലിംഗ് ക്ലാസ്സുകളെങ്കിലും വെക്കുമോ മദ്രസകളിൽ? ഉസ്താദുമാരുടെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്ന് തിരിച്ചറിയാൻ ഒരു വാക്ക് വരുമുണ്ടോ? അവർക്ക് 1 കിലോ വെളുത്തുള്ളി വാങ്ങിക്കാൻ പോലും മദ്രസ അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. അതുകൊണ്ട് മാസം 5000 രൂപയാണ് കേരള സർക്കാർ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാൻ വെറും സഖാഫിയല്ല, സഖാവ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫിയാണ് എന്ന് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി വിളിച്ചു കൂവുമ്പോൾ ആ സദസ്സിൽ നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോ അസമാണെങ്കിലും UP ആണെങ്കിലും കേരളമാണെങ്കിലും ഈ 3 സംസ്ഥാനങ്ങളും ഉടനെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റായി മാറും, കാശ്മീർ പോലെ. അപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് 4 മുറിയൻ സ്റ്റേറ്റുകളെ കിട്ടും. പോരെ? ഇതൊന്നും വെറുതെ പറയുന്നതല്ല, വ്യക്തമായിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് വെറുതെ ഇരുന്ന് ഇത് ഇസ്ലാമിക് സ്റ്റേറ്റ് ആകാൻ പോകുന്നു എന്നൊക്കെ പറയേണ്ട കാര്യം. മതേതരത്വം എന്താണ് എന്ന് പഠിപ്പിക്കാൻ മതേതരന്മാർ ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. ഇന്ത്യയിലെ മുസ്ലിം സന്ദേശത്തിന്റെ അവസാന ഭാഗം നിങ്ങൾ കാണണം, നിങ്ങൾ വായിക്കണം. മതത്തിന്റെ പേരിൽ ഇന്ത്യയെ മുറിച്ച് ഈ രൂപത്തിൽ വെറും ഒരു കുഞ്ഞു കഷ്ണം മാത്രമാക്കി മാറ്റിയിട്ട് അതിൽ നിന്നും ഇനിയും കിട്ടണം എന്ന് പറഞ്ഞ് തമ്മിലടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വിഭാഗത്തിന്റെ ഉള്ളിലുള്ള അജണ്ടകൾ എന്താണ് എന്ന് തിരിച്ചറിയുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രതികരിക്കാനും നമുക്ക് കഴിയണം. മതം പറഞ്ഞ് മതത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് മതവിശ്വാസികളായിട്ട് തുടർന്നു പോകാൻ ഒരു ബഹുസ്വര സമൂഹത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞ് മതം പറഞ്ഞ് ഈ രാജ്യത്തെ വിഭജിച്ച ആദ്യത്തെ വ്യക്തി മുഹമ്മദ് അലി ജിന്ന മുറിയനായിരുന്നു. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും രക്തം ചിന്തിയത് മതം മാറാത്തതിന്റെ പേരിൽ. ഒന്നുകിൽ മതം മാറിക്കോ, അതല്ലെങ്കിൽ നാടുപേക്ഷിച്ചു പൊയ്ക്കോ, അതല്ലെങ്കിൽ തല ഇങ്ങോട്ട് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ ആളുകളുടെ ഉടലും തലയും വേർപെടുത്തിയ സുൽത്താൻമാരൊക്കെ, മുഗളന്മാരൊക്കെ മുറിയന്മാരായിരുന്നു. സുൽത്താൻമാർ മുസ്ലിങ്ങളായിരുന്നു. ഹിന്ദുക്കളെ നിർബന്ധിപ്പിച്ച് മതം മാറ്റി ഇസ്ലാമിനെ വളർത്താൻ ശ്രമിച്ച ആളുകൾ അറബ് മുസ്ലിങ്ങളായിരുന്നു. ഈ മണ്ണിൽ, ഈ ഭൂമിയിൽ രാമക്ഷേത്രമല്ല ഉയർന്നു നിൽക്കേണ്ടത്, മസ്ജിദാണെന്നും അവിടെ നിന്നും ഉയരേണ്ടത് അല്ലാഹു അക്ബർ എന്ന ധ്വനി മാത്രമാണെന്നും പറഞ്ഞ് ഇവിടെ ആരാധനാലയങ്ങളിൽ മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ ആദ്യം ശ്രമിച്ച വ്യക്തി, അത് വിജയിപ്പിച്ച വ്യക്തി, ലോകത്തിന് ആ സന്ദേശം കാഴ്ചവെച്ച വ്യക്തി ബാബർ മുറിയനായിരുന്നു. ബഹുദൈവ വിശ്വാസിയായി പോയി, ഹിന്ദുവായി പോയി, കാഫിറായി പോയി എന്നതിന്റെ പേരിൽ
ഗുരു തേജ് ബഹദൂറിനെ തലയറുത്തു കൊന്നവൻ ഔറംഗസീബ് മുറിയനായിരുന്നു. കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊല അധികമായിട്ടില്ല കേട്ടോ, 90കളിലാണ്. തീവ്രവാദികളൊക്കെ മുസ്ലിങ്ങളായിരുന്നു, സമാധാനത്തിന്റെ മതവാഹകരായിരുന്നു. മുംബൈയിൽ ബോംബ് സ്ഫോടനം നടത്തി. ലോകവ്യാപകമായി ആ സ്ഫോടനം ഒരു പരമ്പര പോലെ കൊണ്ടുപോകണം എന്ന് അണിയറയിലിരുന്ന് പ്രവർത്തിച്ച ദാവൂദ് മുറിയനായിരുന്നു. ഇന്ത്യയിൽ പ്രവേശിച്ച 5 കോടി ജനങ്ങളിൽ ഓരോ ബംഗ്ലാദേശിയും മുറിയനായിരുന്നു. ബുദ്ധ മഹാവീരന്റെ പ്രതിമ തകർത്തവൻ, ക്ഷേത്രങ്ങളിൽ കയറി അവരുടെ ആരാധനാലയങ്ങളെ മലീമസപ്പെടുത്തിയവർ, കലാപകാരികളൊക്കെ മുറിയന്മാരാണ്. ഇന്ത്യൻ പാർലമെന്റിനെ ആക്രമിച്ച ബോംബ് സ്ഫോടന പരമ്പര തന്നെ നടത്തിയ അഫ്സൽ ഗുരു മുസ്ലിമായി. ഗോദ്രയിൽ കർസേവകരെ ജീവനോടെ ചുട്ടുകൊന്നത്, രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ പോലും വീണ്ടും ഇവിടേക്ക് തള്ളിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചവർ, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചവർ, ഓരോ ജിഹാദികളും മുറിയന്മാരായി. ആസാമിൽ നിന്ന് ഹിന്ദുക്കളെ തുരത്തിയ പാകിസ്ഥാനിലെ ഓരോ തീവ്രവാദിയും മുസ്ലിമായിരുന്നു. 26/11 ഹിന്ദുക്കളെ വെടിയുണ്ടകൾ കൊണ്ട് കുളിപ്പിച്ച അജ്മൽ കസബ് മുറിയനായിരുന്നു. അമർനാഥ് യാത്ര നിരോധിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കിയത് ഗിലാനി, കലാപമുണ്ടാക്കിയവൻ തീവ്രവാദിയാണ്, മുസ്ലിമായിരുന്നു. അമർനാഥ് യാത്രക്കാർ വെറുതെ പോകണ്ട, ഞങ്ങൾക്ക് നികുതി തരണമെന്ന് പറഞ്ഞ് സ്വന്തം രാജ്യത്ത് നിന്ന് പോലും യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് മതത്തിന്റെ പേരിൽ വിഭജിച്ച ആ മന്ത്രി മുറിയനായിരുന്നു. 100 കോടി ഹിന്ദുക്കളെ വെട്ടിമുറിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത ഒവൈസി മുറിയനാണ്. വന്ദേ മാതരം ഇവർക്ക് പറ്റില്ല. കാശ്മീരില് മരിച്ചു എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം ഇവര് കണ്ണീരൊഴുക്കും. മരിച്ചവരുടെ പോലും ജാതിയും മതവും തിരയുന്ന ഈ വർഗം, വയനാട്ടില് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് അവരെ പോലും മതം നോക്കി ഇവരൊരു പന്നിമാംസത്തിന്റെ ഫെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നല്ലോ, മുസ്ലിങ്ങൾക്ക് അത് ഹറാമാണ് എന്ന് പറഞ്ഞിട്ട്. ഹൈദരാബാദില് ഈ രാജ്യത്തിന്റെ ദേശീയ പതാക മൂവർണ്ണക്കൊടി കത്തിച്ചവ ഓരോ വ്യക്തിയും മുസ്ലിം ആയിരുന്നു. ലവ് ജിഹാദിൽ അകപ്പെടുത്തി അമുസ്ലിം പെൺകുട്ടികളെ കൊണ്ടുപോയി കൊലയ്ക്ക് കൊടുക്കുന്നതൊക്കെ മുറിയന്മാരാണ്. രാജ്യത്തെ നശിപ്പിക്കാൻ, ഈ രാജ്യത്തിനെതിരെ രാജ്യത്തിന്റെ ശത്രുക്കളുമായി കൈകോർത്ത് കരാറുകൾ ഉണ്ടാക്കി അവരോട് പണം വാങ്ങി രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നവരും മുറിയന്മാരാണ്. നമ്മൾ അറിയാത്തത് കൊണ്ടാണോ, അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് നടിക്കുന്നതാണോ എന്നറിയില്ല. ഇവർക്ക് പലതും പ്രശ്നങ്ങളാണ്. എല്ലാ കാര്യങ്ങളും ഇവർ അംഗീകരിക്കില്ല. ഇവർക്ക് പറ്റുന്നത് ഇവർ ഉൾക്കൊള്ളും, പറ്റാത്തതാണെങ്കിലോ ഇവരതിനെ നഖശിഖാന്തം എതിർക്കും. ഒരു കയ്യിൽ പുസ്തകവും മറുകൈയിൽ ആയുധവുമൊക്കെയായി ഇവരിറങ്ങിത്തിരിക്കുവാണ്. 70 വർഷം മുമ്പ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. മനുഷ്യനൊക്കെ ഇടകലർന്ന് വളരെ സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഈ രാജ്യത്തിനുണ്ടായിരുന്നു. വിഭജനത്തോടുകൂടി അവര് മുസ്ലിം, നമ്മൾ ജനാധിപത്യ വിശ്വാസികൾ. 70 വർഷം കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 23% ന്യൂനപക്ഷങ്ങൾ, ഹിന്ദു, സിഖ്, ക്രിസ്ത്യൻ, ഇവരെ ഒന്നും ഇപ്പൊ കാണാനില്ല. പല രൂപത്തിലും അവരെ ഇല്ലായ്മ ചെയ്ത് മതം മാറ്റി നാട് കടത്തി ഇന്നവിടെ 9% ആളുകൾ ഉണ്ടെങ്കിലുണ്ട്, ഇല്ലെങ്കിലില്ല. യഥാർത്ഥ സെൻസസ് പോലും ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ല. ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഒക്കെ ന്യൂനപക്ഷങ്ങളാകുന്ന ഹിന്ദുക്കളെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും അവരനുഭവിക്കുന്ന വേദനകളെ കുറിച്ചും നമ്മൾ വല്ലപ്പോഴും അറിഞ്ഞാൽ അറിഞ്ഞു, ഇല്ലേലില്ല. ഈ അവസ്ഥയിലൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. കാരണം
നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പ്രതികരിക്കേണ്ടുന്ന വിഷയങ്ങളിൽ ഒന്നും പ്രതികരിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്കറിയാമോ, ഇനിയിപ്പോ പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ നമ്മൾ ന്യൂനപക്ഷങ്ങളാണെന്നിരിക്കട്ടെ, അവർക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് അറിയാമോ? തോട്ടപ്പണി, വേസ്റ്റ് വാരൽ, കോർപ്പറേഷൻ സ്റ്റാഫുകള്. മുസ്ലിങ്ങൾക്ക് മാത്രം ഉന്നതമായിട്ടുള്ള ശ്രേണികൾ, തസ്തികകളൊക്കെ റിസർവ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ പെൺകുട്ടികള് കുറച്ച് വളർന്നു കഴിഞ്ഞാല് ഏത് നിമിഷം വേണമെങ്കിലും ആ വീട്ടിലേക്ക് 5-6 ജിഹാദികൾ വരും ആയുധവുമായിട്ട്. അവര് സമ്മതിച്ചോ അവള് സമ്മതിച്ചോ അവളുടെ വീട്ടുകാര് സമ്മതിച്ചോ അവിടുത്തെ വിഷയമല്ല, വിളിച്ചിറക്കിക്കൊണ്ടു. അവരിൽ ഒരാള് അവളെ ബലാത്കാരമായിട്ട് വിവാഹം ചെയ്യും. ഭോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് മതം മാറിക്കണം. പോലീസിൽ പരാതി കൊടുക്കാൻ പറ്റില്ല, കാരണം ആ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളും ഞമ്മന്റെ ആളുകളാണ്. ഈ ഒരു അവസ്ഥ നാളെ നമ്മുടെ രാജ്യത്തുണ്ടാകാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഈ മത തീവ്രവാദികളുടെ ഈ ഹിഡൻ അജണ്ടകളെ സംബന്ധിച്ച് ജീവൻ പണയം വെച്ച് ബോധവൽക്കരണം നടത്തും. ശരിയാണ് മഹാലക്ഷ്മി, വരെ മാത്രമേ നമുക്ക് ഉണർത്താൻ പറ്റൂ. ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ബംഗാളികള് വന്ന് പണിയെടുക്കുന്നുണ്ട്. ബംഗാളികൾ ഇത്തരം കൂലിപ്പണികൾ ചെയ്യുന്നത് കൊണ്ടല്ലേ നമുക്ക് കുഴപ്പമില്ലാത്തത്, അല്ലേ? അതേപോലും അവർ അധ്യാപകരായി വരുന്നു എന്ന് വിചാരിക്കുക, അവര് ബാങ്കുകളിൽ ജോലിക്ക് വരുന്നു എന്ന് വിചാരിക്കുക, അവര് കളക്ടറേറ്റിൽ ജോലിക്ക് വരുന്നു എന്ന് വിചാരിക്കുക, സിവിൽ സ്റ്റേഷനിലെ വിവിധ തസ്തികകളിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടാണ് ബംഗാളികൾ ജോലി ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. നമ്മൾ ക്ഷമിക്കുവോ? നമ്മളത് മിണ്ടാതിരിക്കുവോ? ഇല്ല. അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജൂത, സിഖ്, പാർസി തുടങ്ങിയ വിഭാഗങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന രാജ്യങ്ങളിൽ അവരാണ് ഇത്തരം താഴ്ന്ന ജോലികൾ ചെയ്യുന്നത്. അതേപോലും നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സംവരണം ലഭിക്കുന്ന, ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന, ഒരുപാട് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന, റെപ്യൂട്ടഡ് സ്റ്റേജുകൾ അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ന്യൂനപക്ഷ വിഭാഗമാണ്. വിദ്യാഭ്യാസ മേഖലകളൊക്കെ ഈ കേരളത്തിന്റെ അവസ്ഥ മാത്രം എടുത്താൽ എത്രയോ വർഷമായി ആരുടെ കൈകളിലാണ് എന്ന് നിങ്ങളൊന്ന് നോക്കി നോക്ക്. എല്ലാ മുസ്ലിം മന്ത്രിമാരുടെ കയ്യിലായി. ഉയർന്ന മേഖലകൾ. അതാണ് ജനാധിപത്യവും മതാധിപത്യവും തമ്മിലുള്ള വ്യത്യാസം. ജനാധിപത്യത്തിൽ എല്ലാ ജനങ്ങളും ഈക്വൽ ആണ്. ന്യൂനപക്ഷങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ചില ആനുകൂല്യങ്ങൾ നൽകുന്നു, പക്ഷേ മറ്റവർക്കോ അതൊന്നും കിട്ടുന്നില്ല. അപ്പോ അങ്ങനെ ഒരു പെൺകുട്ടിയെ കണ്ടു, ഒരു അമുസ്ലിം പെൺകുട്ടിയാണ്, സുന്ദരിയാണ്, കാണാൻ കൊള്ളാം. ഒരു മുറിയന് തോന്നി അവളെ കെട്ടണം. നേരെ ആയുധവുമായിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ വരുന്നു, വിളിച്ചിറക്കി കൊണ്ടുപോകുന്നു, ഒരു കാളിയെ വിളിക്കുന്നു, ഒപ്പിടുന്നു. ശരി, പരാതിയുമായിട്ട് ഈ മാതാപിതാക്കൾ പോകേണ്ടത് മുറിയന്മാർ ഉയർന്ന സ്റ്റേജുകളിൽ ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നടക്കുക. നടക്കില്ല. അപ്പോ ന്യൂനപക്ഷങ്ങളെ മനുഷ്യനായി പോലും കാണാത്ത ഒരു മതവിഭാഗമാണ് ഇവരെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതാണ് പോലീസിൽ പരാതി കൊടുത്താല് അവര് പുച്ഛിച്ച് തള്ളും. പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെയൊക്കെ അവസ്ഥയാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന യാതനകളാണ്. വിവാഹിതരായ മക്കള്, അമ്മമാര്, കന്യക, എന്ത് തന്നെയായിരുന്നാലും വേണ്ടില്ല, പെണ്ണ് എന്ന കാറ്റഗറിയാണോ ഏത് നിമിഷവും ബലാത്കാരം ചെയ്യപ്പെടാം, നിഷ്കാസിതയാകാം, കാണാതാകുക. പിന്നീട് നിങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് എവിടെയാണെന്നറിയാമോ? ദൗലത്ത് ദിയ. ദൗലത്ത് ദിയ
ലോകത്തിലെ ഏറ്റവും വലിയ ലൈസൻസ്ഡ് ആയിട്ടുള്ള വേശ്യാലയം. മനസ്സിലായ? ദൗലത്ത് രാഷ്ട്രപതി അവിടെയാണ് എത്തിപ്പെടുന്നത്. മുസ്ലിം സ്ത്രീകളാണെങ്കിൽ ആ വേശ്യാലയത്തിലേക്ക് പ്രവേശനം തന്നെ ഇല്ല. അവിടെ പോയി ശരീരം വിൽക്കേണ്ടത് കാഫിറുകളാണ്. മുസ്ലിം രാജ്യത്ത് മുസ്ലിം സ്ത്രീക്ക് വേശ്യയാക്കി മാറാൻ പറ്റില്ല. മറ്റു മതക്കാരുടെ സ്ത്രീകളെ വേശ്യയാക്കി മുസ്ലിം പുരുഷന്മാർക്ക് ഭോഗിക്കാം. മനസ്സിലായില്ലേ? അതിനല്ലേ മുത്അ വിവാഹമൊക്കെ, താൽക്കാലിക വിവാഹം, ലളിതമായിട്ടുള്ള നടപടികൾ. ലളിതമായും സുലഭമായും ചെയ്യാൻ സാധിക്കുന്ന നടപടിക്രമങ്ങളാണ് അവിടെയുള്ളത്. ഒരുപാട് സൗകര്യങ്ങളും ലഭിക്കും. ഇറാനിലെ സ്ത്രീകളുടെ 20% പേരും വേശ്യകളായി പരിണമിച്ചു കഴിഞ്ഞ ഒക്കെ ന്യൂനപക്ഷങ്ങളാണ് കേട്ടോ. അവിടെ മറ്റു മതവിഭാഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മുത്അ വിവാഹത്തിലൂടെ വേണമെങ്കിൽ മുസ്ലിം സ്ത്രീകൾ തന്നെ വേശ്യകളാക്കപ്പെടുന്ന ഒരു സംവിധാനം. ബംഗ്ലാദേശില് മറ്റ് ഇരകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് അവരുടെ മാത്രം ശരീരം തിന്ന് മുസ്ലിങ്ങൾക്കും പ്രാപ്തരാകാൻ പറ്റും. എന്ത് സുന്ദരമായിട്ടുള്ള ആശയമല്ലേ! എന്ത് സുന്ദരമാണ് ഈ മതം! ഇത് കഴിഞ്ഞിട്ടാണ് കൊള്ളയും കൊലയും ബലാത്കാരവും കട്ടെടുക്കലും ഇതെല്ലാം. ദരിദ്രന്മാരാണെങ്കിലോ ഈ ന്യൂനപക്ഷങ്ങളുടെ ആകെ സമ്പാദ്യം എന്താണെന്നറിയാമോ? ആടുകളും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അതുവരെ ഇതിന് കൊള്ളയടിക്കും. ഓരോ പ്രവിശ്യയിലും ഇവർ ഇടിച്ചു കയറി കലാപങ്ങൾ നടത്തും. കാരണം ഇവർ ആയുധധാരികളാണ്. ഇനിയിപ്പം മുസ്ലിം ന്യൂനപക്ഷങ്ങളില് തങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള രക്തദാഹം അവർ പരസ്പരം തന്നെ കൊന്നു തീർക്കും. മുസ്ലിങ്ങളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവർ പരസ്പരം തന്നെ കൊല്ലും. അതിന്റെ ഏറ്റവും പുതിയ രൂപത്തിലുള്ള എപ്പിസോഡുകളാണ് ഇപ്പൊ നടക്കുന്നത്. ഗവൺമെന്റ് തന്നെ മൗനാനുവാദം നൽകിയിട്ടുള്ള കൊള്ളകളും കൊലകളും ബലാത്സംഗങ്ങളും ഒക്കെ ബംഗ്ലാദേശിൽ കണ്ടില്ലേ? ന്യൂനപക്ഷങ്ങളെ ആയിരുന്നു അവര് വേട്ടയാടിയത്. ജമാഅത്തെ ഇസ്ലാമി അതുകൊണ്ട് സമാധാനം. നൈജീരിയയിൽ കണ്ടില്ലേ? ക്രിസ്ത്യാനികളെയാണ് വേട്ടയാടുന്നത്. ആടിക്കോ കുഴപ്പമൊന്നുമില്ല. ഒക്ടോബർ 7 ഇസ്രയേലിലേക്ക് നുഴഞ്ഞു കയറി ഹമാസുകാര് കൊന്നതാരെയാ? ജൂതന്മാരെയാ? ആയിക്കോ, കുഴപ്പമൊന്നുമില്ല. അതായത് ഒഫീഷ്യലി 100 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ആലോചിച്ച് നോക്കാം. ഓരോ കുടുംബത്തിലെയും ചെറുതിനെയും വലുതിനെയും മുഴുവനും ബലാത്കാരം ചെയ്ത്, 10 വയസ്സുകാരിയെ വരെ ബലാത്കാരം ചെയ്ത്, പതിവ് പോലെ തന്നെ അവിടുത്തെ ആണുങ്ങളുടെ കൺമുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് ഇവർ ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന വേദനകളാണ് ഇതൊക്കെ. നമ്മളെ ഓരോരുത്തരെയും തേടി ഓരോ വീടുകളുടെയും നടയിൽ ഈ ഭീകരവാദികൾ, ഈ ബലാത്സംഗികൾ. ഇപ്പോ മൃഗങ്ങളാണെങ്കിൽ പോലും ഭക്ഷണത്തിന് വേണ്ടി മാത്രമേ മറ്റു മൃഗങ്ങളെ വേട്ടയാടത്തുള്ളൂ. ഇവരങ്ങനെയല്ല. ഇവര് കാപാലിക കൂട്ടരാണ്. നമ്മളതിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിച്ച് സമാധാനത്തോടു കൂടിയാണ് നിങ്ങൾ മാറി നിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഒരവസരം കിട്ടിയാൽ മതി. തൻ്റെ സുഹൃത്താണ്, അയൽക്കാരനാണ്, ഉറ്റമിത്രമാണ്, സഹപാഠിയാണ്, സന്തത സഹചാരിയാണ്, ഒരാനുകൂല്യവും നിങ്ങൾക്കുണ്ടാകത്തില്ല. ഇസ്ലാം എന്ന പൈശാചികമായിട്ടുള്ള മതത്തിന്റെ യഥാർത്ഥ സ്വഭാവം കാശ്മീർ ഫയൽസും ദി കേരള സ്റ്റോറിയും ഒക്കെ വരച്ച് നമുക്ക് കാണിച്ചു തന്നിട്ടില്ലേ? ചിന്തിച്ചാൽ മതി. ഇവര് ഭൂരിപക്ഷമായാൽ ആ നാട്ടിൽ എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ഭീകരമായിട്ടൊരു സാഹചര്യത്തിന് നമ്മൾ സാക്ഷികളായി മാറും. അതിന് അവരെല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും എടുത്തു വെക്കും. കൂടുതൽ മൂർച്ചയോടുകൂടി അവർ അതിനെ ഉപയോഗിക്കും. മുൻപല്ല് കൊണ്ട് ചിരിക്കുകയും അണപ്പല്ലുകൊണ്ട് അവർ നമ്മളെ കടിച്ച് ഞെരിക്കുകയും ചെയ്യും. ബിസിനസ് ജിഹാദ്, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, എഡ്യൂക്കേഷൻ ജിഹാദ് തുടങ്ങി ഇരവാദ രൂപത്തിലും അവർ ജിഹാദായിട്ട് വരും. നിമിഷപ്രിയയ്ക്കൊക്കെ വേണ്ടിയിട്ട് കാന്തപ്പൻ കരഞ്ഞത് കണ്ടില്ലേ? അതുപോലെ ഇവർക്കറിയാം ഇവരുടെ യൂണിറ്റി ഇവരുടെ കൂടെ നിൽക്കും. അതാണ് ഇവരുടെ ആത്മവിശ്വാസം. കാരണം അവർക്കും ഇവർക്കും അടിസ്ഥാനപരമായിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ട്, ചില സംഹിതകളുണ്ട്. ആ ഗ്രന്ഥം ഉൽപ്പാദിപ്പിക്കുന്ന വിഡ്ഢിത്തങ്ങളും തീവ്രവാദങ്ങളും
ഒരു സമൂഹത്തിന് മുന്നിൽ ആരെങ്കിലും തുറന്ന് കാണിക്കാൻ ശ്രമിച്ചാൽ അവരെ ഇവർ ഇല്ലാതാക്കാൻ ശ്രമിക്കും. ഓരോ മുസ്ലിമും സ്ലീപ്പർ സെല്ലുകളാണ്. അവസരം കാത്തു കിടക്കുവാണ് അവർ. ഒരവസരം വരുമ്പോൾ അവർ അവരുടെ ഈ ജീർണിച്ച മതവിശ്വാസത്തെയും തീവ്രവാദത്തെയും ആയുധമാക്കി നിങ്ങളുടെ പിടലികൾക്ക് നേരെ അവർ വീശും. നനഞ്ഞ പടക്കമാണിവരിപ്പോൾ ഈ രാജ്യത്ത്. ഇന്നിവർക്ക് ഈ രൂപത്തിലുള്ള തീവ്രവാദം ഒന്നും എടുത്ത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രം ഇവർ പത്തി മടക്കി കഴിയുവാണ്. ഇവർ കുറച്ചുകൂടി ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തൊക്കെ ആട്ടങ്ങളാണ് ഇവരിവിടെ ആടിത്തിമിർക്കുന്നത്. ഏതൊക്കെ നാടുകളിൽ, ഏതൊക്കെ വീടുകളിൽ, ഏതൊക്കെ കുടുംബങ്ങളിലാണ് ചോരപ്പുഴ ഒഴുകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടുന്ന അവസ്ഥയുണ്ടാകും. അർഷാദിന് റെനി നമ്മുടെ നമ്പർ ഒന്ന് കൊടുക്കുക, വിളിച്ച് ആളൊന്ന് സംവദിക്കട്ടെ. സംവദിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. കുതിരവട്ടത്ത് നമുക്കുണ്ടൊക്കെ ഒരുമിച്ച് പോകാം. അർഷാദെ, വേണമെങ്കിൽ നിന്റെ വാപ്പയും കൂടെ വിളിച്ചോ. കാരണം വേണ്ടപ്പെട്ട ആരെങ്കിലും ഒപ്പിടാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബുദ്ധിമുട്ടിപ്പോകില്ല അർഷാദ്, അതുകൊണ്ട് വിളിച്ചു. അപ്പോ ഇവരുടെ ഈ തീവ്രവാദം ഇവര് ന്യൂനപക്ഷമായിരിക്കുമ്പോൾ മാത്രം ഇവർ ഇരവാദം ഉന്നയിക്കും. ലോകവ്യാപകമായി ഇസ്ലാമിനെ കൊണ്ടുവരുന്നതിന് വേണ്ടി എന്തൊക്കെയാണോ ഇവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതെല്ലാം ഇവര് ചെയ്യും. അതായത് ഇപ്പോ നമ്മൾ കണ്ടില്ലേ, ഒരു എന്താ കൊച്ചിന്റെ പേര്, സോന എൽദോസ് അല്ലേ? ആ പെൺകുട്ടിയെ റമീസ് എന്ന് പറയുന്ന പയ്യൻ പ്രേമിക്കുന്നു. മതം മാറണം, കെട്ടണമെന്ന് പറയുന്നു. ശരി, TTC അധ്യാപികയായിട്ടുള്ള പെൺകുട്ടി കെട്ടാമെന്ന് പറയുന്നു. അപ്പോഴാണ് അവൻ എന്നെ മാത്രമല്ല പലരെയും വീഴ്ത്തിയിട്ടുണ്ട്. അവൻ എയർപോർട്ടിലും കണ്ട ജോലി ചെയ്യുവാണ്, താൽക്കാലിക ജോലി. അതിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു ഓഹരി എല്ലാ മാസവും കോൾ ഗേൾസിന്റെ അടുത്ത് പോകുന്നതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുവാണ് എന്നറിഞ്ഞ് തരിച്ചു നിൽക്കുമ്പോഴാണ് അവനെ ഇമ്മോറൽ ട്രാഫിക്കിന് പിടിക്കപ്പെട്ടു എന്ന വിവരവും കൂടി പെൺകുട്ടി അറിയുന്നത്. വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാം, ഇനി ഞാൻ മതം മാറില്ല എന്ന് സോന എൽദോസ് പറഞ്ഞു. ഒടുവിൽ റമീസ് ഈ പെൺകുട്ടിയെ അവന്റെ വീട്ടുകാർക്ക് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. അയ്യോ, സൻഹ ഖുർആന്റെ അർത്ഥം ഒന്ന് ഞങ്ങളെ പഠിപ്പിക്കുക. വായോ, ആരെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാറുണ്ട്. പെട്ടെന്ന് വാ, നമ്പർ കൊടുക്കറേനി. അപ്പോ ഇങ്ങനെ വീട്ടുകാര് പിന്നീട് ഈ പെൺകുട്ടി അവര് ശരിയാക്കിക്കൊള്ളുമല്ലോ. ഇവനും ഇവന്റെ കൂട്ടുകാരും ഈ പയ്യന്റെ വീട്ടുകാരും എല്ലാം കൂടെ ചെറുതിന് മുറി പൂട്ടിയിട്ടിട്ട് ശരിക്ക് കൊച്ചിനെ അട്ടിച്ചൊതുക്കി. അങ്ങനെയാണ് ആ പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ട് മരിച്ചു. കരുനാഗപ്പള്ളിയില്, കൊല്ലത്ത്, കൊട്ടാരക്കരയിൽ ഒരു പെൺകുട്ടി ഇതേപോലെ അൻവർ ഷാ എന്ന് പറയുന്ന ഒരു പയ്യന്റെ വലയിൽ വീണു. അതിന്റെ ജീവൻ പോയില്ല. മതം മാറണമെന്ന് പറഞ്ഞിട്ട് അതിനെ നിർബന്ധിച്ചിട്ടും ആ പെൺകുട്ടി അനങ്ങിയില്ല. അതുകൊണ്ട് അതിന്റെ ജീവൻ രക്ഷപ്പെട്ടു. അതിന്റെ കുടുംബത്തിന് കണ്ണീര് കുടിക്കേണ്ടി വന്നില്ല. പക്ഷെ ജീവൻ പോകാത്തത് കൊണ്ട് നീതി കിട്ടിയില്ല. ഇപ്പോ ഒരു നല്ല വാർത്ത, അധിക മാധ്യമങ്ങളൊന്നും കൊടുക്കത്തില്ല കേട്ടോ. ലവ് ജിഹാദിനകത്ത് വീണു പോകുന്ന പെൺകുട്ടികളിൽ അധികവും ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ പെൺകുട്ടികളാണ്. കാരണം അവർ ഒരു ലിബറൽ ആശയക്കാരാണ്. അവർക്ക് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് അവരുള്ളത്. അതുകൊണ്ട് മറ്റുള്ള മതവിശ്വാസങ്ങളെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ കുഴപ്പമില്ല. നിങ്ങളുടെ കൂട്ടുകാർ ഏതു മതവിശ്വാസികളായാലെന്താ, അവര് മനുഷ്യനായാ മതിയല്ലോ എന്ന തത്വമാണ് ഹിന്ദു ക്രിസ്ത്യൻ കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ നിന്റെ ദൈവം എന്ത് ദൈവമാ? ആനയുടെ തലയും മനുഷ്യന്റെ രൂപവും, ഒരഞ്ചാറ് കൈയും 5-6 കാലും. ചോദിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ നമ്മൾ ഏത് ദൈവത്തെയാ വിളിക്കുക? അപ്പൊ ഹിന്ദു കുട്ടിയെ, ശരിയാണല്ലോ. അപ്പൊ ഈ ദൈവം എവിടെ പോയി? ഓരോ ദൈവത്തിന്റെയും ജന്മദിനമൊക്കെ നിങ്ങൾ ആഘോഷിക്കുന്നു. അപ്പൊ അതിനു മുമ്പ് ദൈവമൊന്നുമില്ലായിരുന്നു. അപ്പൊ മതത്തെക്കുറിച്ച് യാതൊന്നും അറിയാത്ത ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികൾ അന്തം വിട്ടു നിൽക്കും. അർഷാദെ, മനുഷ്യനെ പരസ്പരം തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു കിതാബിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ നീ പറയണത് സത്യം.
ഇപ്പോ ലവ് ജിഹാദ് എന്ന വിപത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രചാരണവുമായി ഒരു സംഘടന രംഗപ്രവേശം ചെയ്യുവാണ്. ഇനി അവർക്ക് അവരുടെ സമുദായത്തിലെ പെൺകുട്ടികൾ ഫാനിലെ കയറിലോ ഷാളിലോ സാരിയിലോ തൂങ്ങിയാടുന്നത് കാണാൻ വയ്യ. പീഡിപ്പിക്കപ്പെട്ട് ചത്തൊടുങ്ങുന്നത് കാണാൻ വയ്യ. ലവ് ജിഹാദിൽ അകപ്പെട്ട പെൺകുട്ടികളെല്ലാം ചത്തുപോകുന്നു, കൊല്ലപ്പെടുന്നു, അപകടത്തിലാക്കപ്പെടുന്നു. ആൺകുട്ടികൾ സുഖസുന്ദരമായിട്ട് ബാക്കിയാകുന്നു. അവരിവിടെ ശേഷിക്കുന്ന ജീവിതം ആർമാദിച്ചു തീർക്കുന്നു. അതുകൊണ്ട് ഇനി അതിന് പറ്റില്ല എന്ന രൂപത്തിൽ അവരും ഇറങ്ങി തിരിച്ചു. വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന മതപരിവർത്തനം കണ്ടെത്താനും അനധികൃതമായിട്ടുള്ള നുഴഞ്ഞു കയറ്റം തടയുന്നതിനും വേണ്ടി 1,00,000-ഓളം ഇടങ്ങളിൽ രാജ്യവ്യാപകമായി പ്രചാരണം നടത്താൻ തീരുമാനിച്ചു. ഏതെങ്കിലും വാർത്തകളിൽ എവിടെയെങ്കിലും നിങ്ങളത് കണ്ടോ? കാണത്തില്ല, കാണിക്കത്തില്ല. ഇവർ VHPയുടെ 60-ാം വാർഷികത്തിന്റെ ഭാഗമായി ഈ പ്രചാരണം ആരംഭിച്ചു അവർ. റിപ്പോർട്ട് ജൻ ജാഗരൺ ക്യാമ്പയിനിലൂടെ വിശ്വ ഹിന്ദു പരിഷത്ത് ഹിന്ദു വിശ്വാസികളെ സംഘടിപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്നാണ് വാർത്ത. ക്ഷേത്രങ്ങളെയും മഠങ്ങളെയും ഒക്കെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. ലവ് ജിഹാദിനെതിരായിട്ട് ഇതിനോടകം വനവാസി ആധിപത്യ പ്രദേശങ്ങളിൽ ഒരു പൊതുബോധവൽക്കരണം ആരംഭിച്ചു. ദുർഗാവാഹിനി വഴി സ്കൂളുകളിലെയും കോളേജുകളിലെയും ആൺകുട്ടികൾക്ക് പ്രത്യേകമായിട്ടുള്ള കൗൺസിലിംഗും പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധവുമായി ബന്ധപ്പെട്ട പരിശീലനവും നൽകുന്നുണ്ട്. ഇതിലൂടെ ലവ് ജിഹാദും മതപരിവർത്തനവും തടയാൻ ശക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടികളാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത്. അതാ പറയുന്നത്, എല്ലാ കാലത്തും എല്ലാവരെയും പറ്റിച്ച് തിന്നാൻ പറ്റില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിങ്ങൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ന് ഹിന്ദുക്കൾക്ക് വെളിവ് വെച്ചു, ക്രിസ്ത്യാനികൾക്ക് ചിന്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് അവരും ചിന്തിച്ചു, ഒരു ഇസ്ലാം മത രാഷ്ട്രം എന്ന് പറഞ്ഞ് ഇവര് കുറെ കാലമായല്ലോ ഇസ്ലാമിക ദേശീയ ഗാനം ഉണ്ടാക്കി, മുസ്ലിങ്ങൾക്ക് ഖലീഫ കുപ്പായം ഉണ്ടാക്കി. ഇവരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ലോകം മുഴുവനുമുള്ള ഹിന്ദുക്കൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ വരുന്ന ചില വാർത്തകൾ നിസ്സാരമായി കാണുന്ന ആളുകൾ പക്ഷേ ഇന്നത് കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി എടുത്തു വയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് കേരളത്തിലെ തന്നെ, ഇന്ത്യയിലെ പൊതുവെ ഹിന്ദുക്കളുടെ ആത്മവിശ്വാസവും ഐക്യവും വലിയ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൂറോപ്പിലെയും അമേരിക്കയിലെയും മുഴുവനും ഇത്തരം പ്രതിഷേധ സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുവാണ്. ദരിദ്രരായിട്ടുള്ള ഇന്ത്യക്കാരോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ഏത് രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ദരിദ്രരായിട്ടുള്ള മറ്റു മതവിഭാഗങ്ങളെ മുസ്ലിമാക്കാനുള്ള ഇവരുടെ അജണ്ടകൾ ഇന്ന് ഹിന്ദുക്കൾ വളരെ ജാഗ്രതയോടുകൂടി കാണുന്നു. ക്രിസ്ത്യാനികളും നിലവിലെ സർക്കാർ 22,000 NGOകളെയും 4 പ്രധാന മുസ്ലിം മതപരിവർത്തന സംഘടനകളെയും നിരോധിച്ചിട്ടുണ്ട് നിലവിൽ. ഹിന്ദു ഐക്യദാർഢ്യം കാരണം നമുക്കറിയാം, ലവ് ജിഹാദ് ഇപ്പൊ ഇനി നടക്കുവോ? ഹലാൽ ജിഹാദ് നടക്കുവോ? പരിമിതപ്പെട്ടിട്ടുണ്ട്. ഒരുപാടൊന്നും നടക്കില്ല. അവര് പ്രതികരിക്കാൻ പഠിച്ചു. ഹിന്ദുക്കളുടെ ഐക്യം പല സ്ഥലത്തും ജിഹാദികളുടെ ബിസിനസ്സിന് തകർച്ചയിലേക്ക് പോയിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെയും ഐക്യം, ഈ ക്രിസ്തുമസിനൊക്കെ ഹലാൽ ഇറച്ചി കുഴിച്ചു മൂടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി അവസാനം വന്നിട്ട് പറഞ്ഞു, അല്ല ഞങ്ങള് ആ രൂപത്തിലല്ല പറഞ്ഞത്. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ മറിയമിന്റെ പേരെടുത്തു പറഞ്ഞ, ഈസയുടെ പേരെടുത്തു പറഞ്ഞ ഗ്രന്ഥമാ. മുഹമ്മദ് എന്ന് പറഞ്ഞതിനേക്കാളേറെ തവണ ഈസ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ ഹലാൽ മാംസം കഴിക്കണം. അപ്പോഴാണ് ആന്റണി തറേക്കടവിലിനെ പോലെയുള്ള അച്ഛന്മാര് വന്നിട്ട്
എന്താണ് ഹലാൽ എന്ന് വ്യക്തമായും ജനങ്ങൾക്ക് ഇങ്ങോട്ട് ബോധ്യപ്പെടുത്തി കൊടുത്തപ്പോൾ, ശരി, ഞങ്ങളുടെ ഈ പള്ളിപ്പെരുന്നാളിന്, ഞങ്ങളുടെ ക്രിസ്തുമസിന്, ഈസ്റ്ററിന്, ഞങ്ങളുടെ ആഘോഷങ്ങൾക്കൊന്നും ഞങ്ങൾക്കിനിയും അള്ളാഹു എന്ന ഗോത്രദേവന്റെ പേരിൽ അറുത്ത ഹലാല് വേണ്ട എന്നിവർ തീരുമാനിച്ചു. അങ്ങനെ ഇപ്പോൾ അന്യമതസ്ഥരുടെ ഐക്യം കാരണം ഇവരുടെ വലിയ ഒരു വിഭാഗം ആളുകൾ നിശബ്ദരായത് നിങ്ങൾ കണ്ടോ? ഇപ്പോൾ നിച്ച് ഓഫ് ട്രൂത്തിന്റെ കീഴിലെ സ്നേഹസംവാദമുണ്ടോ? എവിടെ പോയി? ഇല്ല അല്ലെ? വലിയ രൂപത്തിൽ മതപ്രഭാഷണങ്ങൾ സ്ലൈഡൊക്കെ ഇട്ടിട്ട് ഉണ്ടോ? ഇല്ല. എവിടെ പോയി? ഇവിടെ ആളുകൾ ഇവര് പണി കൊടുത്തതാ നല്ല രൂപത്തില്. ജനങ്ങൾക്ക് ചിന്തിക്കാൻ സാധിച്ചപ്പോൾ അവര് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. താങ്ക് യു സുരേഷ്, താങ്ക് യു. നമുക്ക് ഈ രാജ്യത്തോട് കൂറും പ്രതിബദ്ധതയുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഈ യാഥാർത്ഥ്യം ജനങ്ങളോട് തുറന്ന് പറയുക തന്നെ ചെയ്യും. ഇസ്ലാമിക ദേശീയഗാനം നിങ്ങൾ കേട്ടിട്ടില്ലേ? ഒരു അടാറ് ദേശീയഗാനം. ഇവരെ ദേശീയ പതാക വരെ പൊക്കുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ പറഞ്ഞിട്ട്. എന്നിട്ട് ഇവരുടെ ഒന്നും പേരിൽ ഒരു കേസ് പോലും ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. അതും കൂടി ഒന്ന് ഓർക്കണം. അപ്പോ ഈ കേരളത്തിൽ നിന്നാണ് ഹിന്ദു ക്രിസ്ത്യൻ ഐക്യത്തിന് തിരികൊളുത്തിയത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മനസ്സിലാക്കി, നമ്മളിനിയും ഒറ്റപ്പെട്ട് നിന്നാൽ മുസ്ലിം തീവ്രവാദികൾ കേരളം ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കി മാറ്റും. യുപിയിലും അത് തന്നെയാണ് സംഭവിച്ചത്. യുപി, അസം, ഉത്തരാഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ ഇവര് സംസ്ഥാന വ്യാപകമായിട്ട് മുസ്ലിങ്ങൾ ക്യാമ്പയിനുകൾ തുടങ്ങുകയും ആ നാടിനെ തന്നെ ഇവർ കീഴ്പ്പെടുത്താനും ശരീഅത്ത് നിയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരാനും തുടങ്ങിയപ്പോൾ രാജ്യത്തുള്ള ഓരോരുത്തരും ഐക്യപ്പെട്ടു. നമ്മളിങ്ങനെ നിന്നാ പറ്റില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മറ്റ് ഇതര മതവിഭാഗങ്ങളും മതേതരന്മാരും ഒക്കെ ഒരുമിച്ച് നിൽക്കണമെന്ന് അവർ തീരുമാനിച്ചപ്പോൾ 70% തീവ്രവാദികൾ നിശബ്ദരായി മാറി. ചോദിക്കട്ടെ, മുമ്പ് ക്ഷേത്രത്തിന് പണം കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഇനിയും ഒരിക്കൽ കൂടി അതുപോലെ ഈ കൊച്ചു കേരളക്കരയിൽ പ്രഭാഷണം നടത്താൻ പറ്റുമോ? ഈ സോഷ്യൽ മീഡിയ യുഗത്തിൽ അമുസ്ലിങ്ങളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിക്കുക പോലും ചെയ്യരുത് എന്നും നിങ്ങളുടെ ഒന്നും ഓഫീസുകളിൽ അവരെ സ്റ്റാഫായിട്ട് വെക്കരുതെന്നും പറഞ്ഞ മുജാഹിദ് നേതൃവിഭാഗത്തിന്റെ ഷംസുദ്ദീൻ പാലത്തിന് ഇനി അതുപോലെ ഒരു പ്രഭാഷണം നടത്താൻ പറ്റും? മുസ്ലിം സ്ത്രീകളെ, നിങ്ങൾക്ക് എന്തെങ്കിലും രൂപത്തിൽ അസുഖം വന്നാൽ നിങ്ങൾ ലേഡി ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകണം. മുസ്ലിം ആയിരിക്കണം അവർ. ഇനി പറ്റുമോ ഇതുപോലെ ഒരു പ്രഭാഷണം അവർക്ക് ഇവിടെ നടത്താൻ? ബൈബിള് കത്തിച്ച മുഹമ്മദ് മുസ്തഫയെ പിന്താങ്ങി ഒരാൾ മുന്നോട്ട് വന്നിട്ടില്ല. എന്തേ കാരണം? ഇന്ന് ഈ നാട് ഉണർന്ന് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. മൗനമായി അവനെ പിന്തുണച്ചെങ്കിലും അവൻ ഐക്യദാർഢ്യവുമായി അവൻ ചെയ്തത് ശരിയാണ് എന്ന് പറഞ്ഞ് ഒരു മതവിഭാഗവും രംഗത്ത് വരാത്തത് എന്തുകൊണ്ടാ? പക്ഷെ മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. ജോസഫ് മാഷിന്റെ കൈയും കാലുമായിരുന്നില്ല വെട്ടേണ്ടതെന്നും ആ എംബോക്കി പ്രൊഫസറുടെ തല വെട്ടിയെടുത്ത് ഫുട്ബോൾ പോലെ തട്ടണമെന്നും അല്ലേ അബ്ദുൽ നാസർ മദനി പ്രഭാഷണം നടത്തിയത്? ഇനിയും അതുപോലെ ഒരെണ്ണം നടത്താൻ പറ്റുമോ? കേരളത്തിൽ നല്ല രൂപത്തിൽ ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ട്, ഒരു മാനവ മൈത്രി. അതുകൊണ്ടാണ് എം അക്ബറിന്റെ സ്നേഹസംവാദം മണ്ണിട്ട് മൂടേണ്ടി വന്നത്. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ ഐക്യപ്പെട്ടതുകൊണ്ട് ഒരുപാട് ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, പല മതത്തെ സംബന്ധിച്ചിട്ടുമുള്ള സിനിമകൾ, മിമിക്രികൾ, അതുപോലെ റിയാലിറ്റി ഷോകൾ, ഇതൊക്കെ വർദ്ധിച്ചില്ലേ? എന്തേ കാരണം? ആവട്ടെ, മുമ്പ് ഇസ്ലാം മതത്തെ സംബന്ധിക്കുന്ന ഇത്തരം ഷോർട്ട് ഫിലിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് അതുമുണ്ട്. എന്താ പ്രശ്നം? ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ മതത്തെ പറയുമ്പോൾ കുരു പൊട്ടാത്തിടത്തോളം കാലം ഒരു മതേതര ജനാധിപത്യ രാജ്യത്ത് നിങ്ങളുടെ കുരുക്കളും പൊട്ടണ്ട, പോയി ഒരു മൂലക്കിരുന്നോളെ. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഐക്യപ്പെടാൻ കാരണം ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ കേരളത്തിൽ എടുക്കുന്ന ചില സമീപനങ്ങൾ അവരെ പഠിപ്പിച്ചത് കൊണ്ടാണ്.
വലിയ രൂപത്തിൽ ബോളിവുഡിലും ഫുട്ബോൾ നമ്മൾ കണ്ടതല്ലേ. സിനിമ, കല, കായിക മേഖലകളിലൊക്കെ അത് ഒരു മതവിഭാഗത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് സിനിമകൾ ഇറക്കുക, ഒരു മതവിഭാഗത്തെ മാത്രം നിന്ദിക്കുന്ന തരത്തിലുള്ള സിനിമാ പാട്ടുകൾ, ഷോർട്ട് ഫിലിമുകൾ, റിയാലിറ്റി ഷോകൾ, നാടകങ്ങൾ. ഇന്ന് പഴയതുപോലെ അവർ നിശബ്ദരല്ല. അത് കലയല്ലേ, ആയിക്കോട്ടെ എന്നല്ല. അതെന്താ, നിങ്ങളുടേതും ആകാമല്ലോ. ഞങ്ങൾ ഇതിനെ കലയായി കാണുമ്പോൾ ദി കേരള സ്റ്റോറി എന്ന സിനിമ നിങ്ങളും കലയായി കാണണം. ദി കാശ്മീർ ഫയൽസ് നിങ്ങളും അതിനെ കലയായി കാണണം. ഇപ്പോൾ ലണ്ടൻ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രതിഷേധിക്കുന്നത് കാണുന്നില്ലേ? പാകിസ്ഥാനികളുടെ കടകളും ഭക്ഷണശാലകളും ഒക്കെ ലണ്ടൻ പോലെയുള്ള നഗരങ്ങളിൽ നിരോധിച്ചു കൊണ്ടിരിക്കുക, ബഹിഷ്കരിച്ചു കൊണ്ടിരിക്കുക. കാരണം എന്താ? ഇവര് കൊടുക്കുന്ന തുപ്പിയും തൂറിയുമുള്ള ഹലാല് നമുക്ക് വേണ്ട. അതായത് ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ കുറച്ചുകൂടി ധൈര്യം സംഭരിച്ചു തുടങ്ങി. അവരിലെ രാജ്യസ്നേഹവും നമ്മൾ എന്തൊക്കെയോ ചെയ്യേണ്ടതായിരുന്നു അല്ലേ, ചെയ്തില്ല അല്ലേ, അപകർഷതാബോധവും അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അവർക്ക് ആത്മവിശ്വാസം നേടിക്കൊടുക്കാൻ ഞങ്ങളും ഉണ്ടാകും ഒപ്പം. സ്വന്തം സംസ്കാരത്തെ, സ്വന്തം രാജ്യത്തെ, സ്വന്തം രാജ്യത്തിന്റെ ഭരണഘടനയെ, സ്വന്തം രാജ്യത്തെ പൗരന്മാരെ വില കുറച്ച് കാണുന്നവരായിരിക്കരുത് നമ്മൾ. ലോക ജനത നമ്മുടെ മഹത്തായ സംസ്കാരം കണ്ടിട്ട് അമ്പരന്ന് നിൽക്കുമ്പോൾ ഈ സംസ്കാരവും ഈ പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ നമ്മളിൽ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. നമ്മള് ചില വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ പേടി, ഷെയർ ചെയ്യാൻ പേടി, അയ്യോ പൊതുനിരത്തുകളിൽ ഇരുന്നിട്ട് കാണാൻ പേടി. എന്തിന്? ആരെയാ പേടിക്കുന്നത്? നമ്മൾ ആരെയും പേടിച്ച് അടിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ല. നമുക്ക് ഇത്തരം കാര്യങ്ങൾക്കെതിരെ നമ്മളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സാധിക്കണം. മുമ്പ് ഒരു സിനിമാ നടനെ കണ്ട് പരിചയപ്പെട്ടു, ഒരു ഫോട്ടോ എടുത്തു. ആ ഫോട്ടോ ഞാൻ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എവിടെയോ ഇട്ടു. ഉടനെ തന്നെ അയാൾ എന്നെ വിളിച്ചിട്ട്, അയ്യോ ടീച്ചർ, ഞാനുമായിട്ടുള്ള ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ ഒറ്റപ്പെടുത്തും. അങ്ങനെ പേടിക്കുന്ന ഭീരുക്കളുമായിട്ടുള്ള ചങ്ങാത്തം പോലും നമ്മൾ ഉപേക്ഷിക്കണം. അവരുമായിട്ടുള്ള സൗഹൃദം പോലും നമ്മൾ ഉപേക്ഷിക്കണം. അങ്ങനെ തീവ്രവാദികളെ പേടിച്ച്, വാൾമുനയെ കണ്ടു ഭയന്ന്, സ്വന്തം മനസാക്ഷിയെ വഞ്ചിച്ച്, രാജ്യത്തെ വഞ്ചിച്ച്, കുടുംബത്തെ വഞ്ചിച്ച് ജീവിക്കുന്ന, അത്തരം നിലപാടുകളില്ലാത്ത, നട്ടെല്ലില്ലാത്ത അത്തരം ആളുകളുമായിട്ട് സൗഹൃദം പോലും വേണ്ട എന്ന് നമ്മൾ ചിന്തിച്ചാൽ അവിടെ തീരും ഇവരുടെയൊക്കെ ഒരു ഭയം, ഈ മതത്തെ പ്രീണിപ്പിച്ച് നിർത്തുന്ന ഒരു രീതി. എല്ലാവരും അവനവന്റെ ആശയങ്ങൾ വിനിമയം ചെയ്യാനാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. അതിനകത്ത് നമ്മൾ മാത്രം മാറി നിൽക്കേണ്ടവരല്ല. വിദ്യാഭ്യാസം, ജോലി, ബിസിനസ്, അറിവ്, എല്ലാത്തിലും നമ്മൾ ഒരു പക്ഷേ വ്യത്യസ്തരായിരിക്കാം. എന്നാലും നമ്മുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുടെ കാര്യത്തിൽ നമ്മൾ എല്ലാവരും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവരാണ്. ഈ രാജ്യത്തിനു വേണ്ടി, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്തതിനേക്കാൾ ഒരു തീവ്രവാദി എത്രയോ ഭേദമാണ് എന്ന് ഞാൻ പറയും. എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, എത്ര പേര് കമന്റ് ചെയ്യുന്നു, അത് അവരുടെ കാര്യം. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതാണ് പ്രധാനം. എത്ര പേരിത് കാണുന്നു, എത്ര പേരിതിനെ പിന്തുണയ്ക്കുന്നു, എത്ര നെഗറ്റീവ് കമന്റുകൾ വരുന്നു, മറ്റുള്ളവരെന്നെ ഏത് രൂപത്തിലാണ് കാണുന്നത്, ഇതൊന്നുമല്ല വിഷയം. നമ്മുടെ മനസാക്ഷിയെ വഞ്ചിക്കാതെ നമുക്ക് മനസ്സിലായ യാഥാർത്ഥ്യങ്ങൾ പുറം ലോകത്തോട് വിളിച്ചു പറയാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മാത്രമാണോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ളത്? അതേ ബാധ്യത തന്നെ നമ്മളിൽ ഓരോരുത്തർക്കുമുണ്ട്. അത് നമുക്കത് പാലിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എല്ലാവരും നാളെ ഒരുമിച്ച് എവിടെ ചാടണമെന്ന് മാത്രം തീരുമാനിച്ചാൽ മതി. ബംഗാൾ ഉൾക്കടലിൽ ചാടണോ, അതോ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചാടണോ? ചാടാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കയ്യിൽ എടുക്കേണ്ടത് എന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി.
അതെ രാജേഷേ, ഹൂറികൾക്കു വേണ്ടി കൂടപ്പിറപ്പിന്റെ കഴുത്തെടുക്കാൻ പോലും മടിക്കാത്തവന്മാർ നമ്മുടെ ഒപ്പമിരുന്ന് മുൻപല്ലുകൊണ്ട് ചിരിക്കുമ്പോൾ ഒരവസരത്തിന് വേണ്ടി അവന്റെ അണപ്പല്ലുകൊണ്ട് അവൻ നമ്മളെ നോക്കി കടിച്ചു ഞെരിക്കുന്നുണ്ട് എന്ന സത്യം ഇനിയും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇനി ആര് നിങ്ങളുടെ ഏത് ഭാഷയിലാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്? ഇതിനേക്കാൾ വ്യക്തമായിട്ട് ഒരു പക്ഷേ നിങ്ങളോട് മറ്റാർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയം. രാജ്യത്തിനു വേണ്ടി, നമ്മുടെ വരും തലമുറയ്ക്ക് സുഖസുന്ദരമായിട്ട് ഇവിടത്തെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇതിനെതിരെ, ഈ തീവ്രവാദികൾക്കെതിരെ, ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കണം. ലവ് ജിഹാദ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി മാത്രം ഒരു മതേതരത്വ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ കണ്ടിരുന്നു? ഒരു ബലിപെരുന്നാൾ, ഒരു പയ്യൻ ഒരു വലിയ കെട്ടിടം, ഒരു പക്ഷേ മുസ്ലിം പള്ളി ആയിരിക്കണം, ഒരു ചിത്രീകരിച്ച് നമസ്കരിക്കുന്നു. ഒരു പൊട്ടൊക്കെ ഇട്ടിട്ട് ഒരു പെണ്ണ് വന്ന് എത്തി നോക്കുന്നു, അവനോട് അനുരാഗം തോന്നുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എത്തി നോക്കുന്നു, ഇവനും തിരിഞ്ഞു നോക്കി, ഇവൻ നമസ്കരിച്ചുകൊണ്ട് നിൽക്കണം. നമസ്കരിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ ഒരു പൊതി പെണ്ണിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുന്നു. ഒരു ചുരിദാറാണ്. ഈ പെണ്ണ് പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചുരിദാറൊക്കെ ഇട്ടിട്ട് വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇവൻ പതിയെ ആ ഷാൾ എടുത്ത് തലയിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ട് പൊട്ടങ്ങട് മായ്ച്ചു കളയുന്നു. സന്ദേശം ഇതാണ്: ഇങ്ങനെ ഓരോരുത്തരും ഓരോ പെരുന്നാളിനും 4 പേരെ വീതം മതം മാറ്റിയാൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ബാധ്യതകൾ പൂർത്തീകരിച്ചു നമ്മളെന്ന്. എന്നാലോചിക്കുക, സംഖ്യകൾ ആരാവില്ലന്മാര്, അവന്മാരിത് കൊണ്ടുപോയിട്ട് നേരെ തിരിച്ചാക്കി കൊണ്ടുവന്നു. നോക്കുമ്പോ ഇത് റീവൈൻഡ് ചെയ്തിട്ടു അവരെ. അപ്പോൾ തട്ടമൊക്കെ ഇട്ട് പൊട്ടൊക്കെ മായ്ച്ചു വന്ന പെൺകുട്ടിയെ ക്രമേണ നിസ്കരിച്ച യുവാവ് തന്നെ പൊട്ടൊക്കെ ഇട്ട് കൊടുക്കുന്ന രൂപത്തിലേക്ക് അവരിതിനെ റിവൈൻഡ് ചെയ്തെടുത്തു. ആയിരിക്കും സാധിക്കും. ആദ്യം നന്നായിട്ട് മലയാളം പാച്ചിട്ട് വാ, ചെല്ല്, എന്നിട്ട് കമന്റ് ഉണ്ടാക്കാം. പോ, വാച്ചിട്ട് വാ. തിരുവനന്തപുരത്തെ കൃഷ്ണവിലാസം പാലസ് അഥവാ ലെവി ഹാൾ വെറും ഒരു ഹാളല്ല എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങി നടന്ന ഒരു ആർട്ടിക്കിൾ നിങ്ങളിൽ എത്ര പേര് കണ്ടെന്ന് എനിക്കറിയില്ല. ഒരു പൊട്ടിപ്പെണ്ണായിട്ടുള്ള ഹിന്ദു പെൺകുട്ടി അതിന്റെ സിന്ദൂര പൊട്ടു മായ്ച്ചു കളഞ്ഞ ഒരു ലവ് ജിഹാദിനെ സംബന്ധിച്ചിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. മുറിയന്റെ 4 പെണ്ണും പിള്ളമാരിൽ ഒരുത്തിയാകാൻ വേണ്ടിയിട്ട് ഇവിടെ ചെന്ന് കയറി കൊടുത്തു. കൃഷിക്കാരനാകാൻ അവനും, ഇവള് കിടക്കാൻ കൃഷിസ്ഥലമാകാൻ പെണ്ണൊരു ബെഡ്ഷീറ്റാണ്. ആദ്യമൊക്കെ പറഞ്ഞതുപോലെയൊക്കെ പാലിക്കും, സ്നേഹമുണ്ടാകും. ഒരു 3 or 4 പെറണം. അത് കഴിഞ്ഞാലോ കരിമ്പിൻ ചണ്ടി പോലെ എടുത്ത് പുറത്തിടും. നമ്മളിതൊക്കെ കാണുന്നതല്ലേ. ദേവദാസിയാകാനും അവന്റെ ലൈംഗിക അടിമയാകാനും മാത്രം വിധിക്കപ്പെട്ട ഇങ്ങനെ എത്രയെത്ര പെൺകുട്ടികൾ, എത്ര കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത യുവതയായിട്ട് ഇവര് മാറുന്നത് കൊണ്ടാണ് ഇതുപോലെയുള്ള ദുർഗാവാഹിനികളുടെ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കേണ്ടി വരുന്നത്. അതെ, പല സന്ദർഭങ്ങളിലും അനുഭവസ്ഥരായിട്ടുള്ള പെൺകുട്ടികൾ വന്ന് തുറന്നു പറയുന്നു, ആദ്യമൊക്കെ എന്നെ വലിയ രൂപത്തിൽ സ്നേഹമായിരുന്നു, പിന്നീട് ആ സ്നേഹം പ്രതിഷേധത്തിലേക്ക്, പ്രതികാരത്തിലേക്ക്, എന്നെ കൊല്ലുന്നതിലേക്കൊക്കെ നയിക്കുന്ന രൂപത്തിലേക്ക് വന്നു ചേർന്നു. ഇതൊന്നും വേണ്ട. ശ്രദ്ധ അഫ്താബ് അമീൻ പൂനവാല, നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് അടിച്ചു നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് നോക്ക്. അഫ്താബ് അമീൻ പൂനവാല. ശ്രദ്ധ എന്ന പെൺകുട്ടിയെ 35 കഷ്ണമാക്കി അഫ്താബ് അവരോട് പ്രതികാരം ചെയ്തതുകൊണ്ടല്ല, വിവാഹം കഴിച്ച് നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞതിന്റെ പേരിലായിരുന്നു. ലിവിങ് ടുഗദറിലായിരുന്നു അവർ രണ്ടുപേരും. മാതാപിതാക്കളെ ധിക്കരിച്ച് സുന്ദരനായിട്ടുള്ള മുറിയന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോൾ അവൻ ഇറച്ചിവെട്ടുകാരനാണ് എന്ന് ചിന്തിക്കണ്ടായിരുന്നു. ചിന്തിച്ചില്ല. ആ പെണ്ണ് മരിച്ചില്ലേ ഇപ്പോ, സോന എൽദോസ്. ആ പെണ്ണിനെ പ്രേമിച്ച റമീസ് ഇറച്ചിവെട്ടുകാരൻ. മൃഗങ്ങളെ
ഈ രൂപത്തിൽ വെട്ടി കഷ്ണമാക്കാൻ പറ്റുന്നവൻ നാളെ മനുഷ്യനെ വെട്ടില്ല. എല്ലാവരും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ലവ് ജിഹാദ് നമ്മുടെ കേരളം കേട്ടു തുടങ്ങുന്നത് ഒരു പക്ഷെ 2007 ഏറ്റവും കൂടുതൽ. കാരണം സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമാകുമ്പോൾ മാത്രമല്ലേ ട്രോള് രൂപത്തിലൊക്കെ നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത്. അങ്ങനെയാണ് മാധ്യമങ്ങളിലൊക്കെ ഈ പേര്, അയ്യോ ലവ് ജിഹാദ് ലവ് ജിഹാദ്. ഒരു മുസ്ലിം യുവാവ് ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ വിവാഹം കഴിക്കുന്നതിന് പറയുന്ന പേരല്ല. വീട്ടുകാര് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, അങ്ങനെ എതിർത്ത് കെട്ടുന്നതിനെ സംബന്ധിച്ചിട്ട് പറയുന്ന പേരല്ല ലവ് ജിഹാദ്. നമ്മൾ അതിനെയൊന്നും ലവ് ജിഹാദ് എന്ന് പറയാറില്ല. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇന്റർകാസ്റ്റ് മാരേജുകൾ ഉണ്ടാകണം. ദുരഭിമാന കൊലകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇഷ്ടമുള്ള പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേര് തമ്മിൽ ഒരുമിച്ച് ജീവിക്കട്ടെ. അതിന് മതം ഒരിക്കലും ഒരു തടസ്സമാകരുത്. ഇത് അതുപോലെയല്ല. ഒരുപാട് മുസ്ലിം സുഹൃത്തുക്കൾ നമുക്ക് ചുറ്റുമുണ്ടല്ലോ അങ്ങനെ മുസ്ലിങ്ങളെ കെട്ടി ജീവിക്കുന്ന. എത്രയോ അമുസ്ലിം യുവാക്കളുണ്ട് മുസ്ലിം പെൺകുട്ടികളെ കെട്ടി ജീവിക്കുന്ന. അതിനൊന്നുമല്ല, ഒരു യുവാവ് ആ പെണ്ണിനെ മതം മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ഏത് പരിധി വരെ വേണമെങ്കിലും ലംഘിച്ചു പോകാൻ തയ്യാറാണ് അവളെ ഈ മതത്തിലേക്ക് തന്നെ കൊണ്ടുവരണം. അതുകൊണ്ടാണ് അഖിലാഹാദിയുടെതൊക്കെ ലവ് ജിഹാദാണ് എന്ന് നമ്മൾ പറയുന്നത്. കണ്ടോ, ആ പെണ്ണിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ആദ്യത്തെ വിവാഹം പരാജയപ്പെട്ടു, അടുത്തവനെ കൊണ്ടുവന്ന് നിർത്തി. റെഡിമെയ്ഡ് ഭർത്താവ് പരാജയപ്പെട്ടപ്പോൾ അടുത്തവനെ കൊണ്ടുവന്ന് നിർത്തി. അവളെ മതം മാറ്റിയേ തീരൂ എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു പയ്യനെ ഇറക്കുവാണ് അവര്. അങ്ങനെ ആ പയ്യന്റെ വലയിൽ വീഴുന്നു. ഈ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പക്ഷെ ഒരുപാട് മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാരികളോ കൂട്ടുകാരന്മാരോ ഒക്കെ ഉണ്ടാകാം. അങ്ങനെ വലിയ ഒരു സംവിധാനം ഈ യുവാവിനെ സഹായിക്കാൻ കൂടെ ഉണ്ടാകും. പണം വേണോ, വാഹനം വേണോ, പിന്തുണ വേണോ, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ സന്നദ്ധരായി വരുന്നു. ഈ പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാരിൽ നിന്നും അകറ്റി എങ്ങനെ നമുക്ക് വെടക്കാക്കി തനിക്കാക്കാമെന്ന് പറയില്ലേ. അങ്ങനെ പിന്നീട് പോലീസായി, പരാതിയായി, കോടതിയായി. എന്തായിരുന്നാലും വേണ്ടില്ല, എനിക്ക് മാതാപിതാക്കളുടെ കൂടെ പോകാൻ പറ്റില്ല, എനിക്ക് എന്നെ പ്രേമിച്ചവന്റെ കൂടെ തന്നെ പോകാനേ പറ്റൂ എന്ന് പറഞ്ഞ് പോയി കഴിയുമ്പോൾ ആദ്യം ശത്രുക്കളാകുന്നത് ആരാ? പേരൻസാണ്. ഈ ശത്രുക്കളാക്കപ്പെട്ട പേരൻസിനെ ഒരു ഭാഗത്ത് മാറ്റി നിർത്തും. പേരൻസ് ശത്രുക്കളായി. ഈ പെണ്ണിന് എന്ത് സംഭവിച്ചാലും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യാനുള്ളതാരാ? ഈ പെണ്ണിന്റെ മാതാപിതാക്കളല്ലേ? അവരെയാണ് ആദ്യം ആട്ടിയകറ്റുന്നത്. പ്രതിക്കൂട്ടിൽ മാതാപിതാക്കൾ നിൽക്കുക ഇപ്പുറത്ത്, ഇവള് ഞെളിഞ്ഞു നിൽക്കുക, ഇവള് പ്രേമിച്ച പയ്യന്റെ കൂടെ. അതെ, ഇവരെനിക്ക് വിഷം തരും, ഇവരെന്നെ കൊല്ലാൻ നോക്കും. ഈ നന്ദി കെട്ട നാറികളെ ചോരയും നീരും കൊടുത്ത് കൈ വളരുന്നോ കാല് വളരുന്നോ ആദ്യം പറയുന്ന അക്ഷരങ്ങൾ ഏത്? കളിയും ചിരിയും ഒക്കെ കണ്ട് സന്തോഷിച്ച്, തലയിൽ വെച്ചാൽ പേനരിക്കുമെന്നും തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്നും പറഞ്ഞ് അത്രയ്ക്ക് കണ്ണേ പൊന്നേ എന്ന് വളർത്തുന്ന മാതാപിതാക്കൾ എനിക്ക് വിഷം തരുമെന്ന് പറയാൻ ഇവൾക്ക് മടിയില്ല. 20 വർഷം സ്നേഹിച്ച് കരുതി വളർത്തിയ മാതാപിതാക്കൾ ഒരു ഭാഗത്തും 20 ദിവസം പ്രേമിച്ച ഒരു പയ്യൻ ഇപ്പുറത്തെ ഭാഗത്തും. 20 ദിവസത്തെ സ്നേഹത്തിനു മുന്നിൽ 20 വർഷത്തെ പ്രണയം, 20 വർഷത്തെ അവരുടെ ആത്മാർത്ഥത, ചോരയും നീരും ഒഴുക്കി അവര് സഹിച്ച ത്യാഗങ്ങളൊക്കെ ഒന്നുമല്ലാതായി മാറുമ്പോൾ വിഡ്ഢികളാക്കപ്പെടുന്ന മാതാപിതാക്കളുടെ ഗതിയൊന്ന് ആലോചിച്ചു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. അതിനെയും ഈ ഭാഗത്താണെങ്കിലും ശരി, മറുഭാഗത്താണെങ്കിലും ശരി, തന്തയില്ലാഴിക ആര് ചെയ്താലും അത് തന്തയില്ലാഴിക തന്നെയാണ്. ലവ് ജിഹാദ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ എത്രയോ ലവ് ജിഹാദുകൾ കണ്ടിട്ടുള്ളവരാണ്. നിമിഷ ഫാത്തിമ, സോണിയ സെബാസ്റ്റ്യൻ, മെറിൻ ജേക്കബ്, അതുപോലെ പിന്നെ അഖിലാഹാദി, എത്രയോ പെൺകുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രേമിച്ചാൽ വീട്ടുകാരറിയാതിരിക്കാനുള്ള കോച്ചിങ് ഒക്കെ ഇവർക്ക് കിട്ടും കേട്ടോ. മതം മാറാനുള്ള കോച്ചിങ് കിട്ടും. വീട്ടുകാരെ അറിയിക്കാതെ ഒളിച്ചോടി പോകാനുള്ള സൗകര്യങ്ങൾ കിട്ടും. അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് കിട്ടും. ഇനിയിപ്പോ മാതാപിതാക്കൾ എങ്ങാനും ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിലാണെങ്കിൽ എങ്ങനെയാണ് അവരോട് എടുക്കേണ്ടുന്ന ഗെയിം സ്ട്രാറ്റജി ഒക്കെ ഇവർ പഠിപ്പിച്ചു തരും. 100% ബ്രെയിൻ വാഷിംഗ് ഇവർ പഠിപ്പിക്കും. പെൺകുട്ടികളെ ഒരു രൂപത്തിലും സ്വന്തം വീട്ടുകാരുമായിട്ട് അടുപ്പിക്കാൻ അനുവദിക്കില്ല. കാരണം ഒന്നുകിൽ അവള് ഇവന്റെ ലൈംഗിക അടിമയായി തുടരണം, അതല്ലെങ്കിൽ ഫാനിൽ കെട്ടി തൂങ്ങി ആടണം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തെ ഇത്രമാത്രം സീരിയസ് ആയി നിങ്ങളോട് സംസാരിക്കുന്നത്. സ്നേഹിച്ച വ്യക്തിയോടൊപ്പം ജീവിക്കണം, മതം മാറ്റണം എന്ന ലക്ഷ്യത്തോടു കൂടി സ്നേഹിച്ചു വീഴ്ത്തിയാൽ
ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നാളെ ഒരു പക്ഷേ എൻ്റെ മകൾ വളർന്നു വരുന്നുണ്ട്, അവൾ ഒരു മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ ഇനി വിവരമില്ലാത്ത ഏതെങ്കിലും ഒരാളെയോ ഒക്കെയാണ് കെട്ടുന്നതെങ്കിൽ ഞാൻ ഇതേ സമീപനം തന്നെയായിരിക്കും അതിനകത്ത് സ്വീകരിക്കാൻ. നമുക്കറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആ വേദനയുടെ ആഴവും പരപ്പും എത്രയാണ് എന്ന് മനസ്സിലാവും. നമുക്ക് സംഭവിക്കണം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ നല്ല ചേലാണ് എന്ന് പറയുന്നത് പോലെ ആരാന്റെ കുടുംബത്തിൽ സംഭവിക്കുമ്പോൾ ലവ് ജിഹാദ് അടിപൊളിയാണ്, അല്ലെ? ആ സമയത്ത് നമുക്ക് മാറി നിന്ന് വേണമെങ്കിൽ 4 അഭിപ്രായങ്ങൾ കൂടുതൽ പറയാം. അവനവന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രമേ നമുക്കതിന്റെ വേദന എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാകൂ. അപ്പോൾ നമ്മുടെ കെവിൻ പീറ്ററെ പോലെയുള്ള ആളുകളൊക്കെ ഈ മേഖലയിൽ ശക്തമായ രൂപത്തിലുള്ള ഇടപെടലുകളുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ എന്താണ് കാരണം? കഷ്ടപ്പെട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് വളർത്തുന്ന മക്കൾ അവര് പെട്ടെന്നൊരു ദിവസം ഒരു പയ്യനെ പ്രേമിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അവര് പിന്നീട് അവരനുഭവിക്കുന്ന വേദനകൾ വേറെയാണ്. ഒരുപക്ഷെ ഒരിക്കലും അവർക്ക് പിന്നീട് തിരിച്ചു വരാൻ കഴിഞ്ഞെന്ന് പോലും വരില്ല. ഇനിയും ഒരു മാതാപിതാക്കളും ഈ രൂപത്തിൽ വേദനിക്കാൻ ഇടയാക്കാതിരിക്കാൻ എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കുമോ അത് ഞാൻ ചെയ്യണം എന്നാണ് കെവിൻ പീറ്ററെ പോലെയുള്ള ആളുകൾ കാസ എന്ന ഒരു സംഘടന പോലും ഉണ്ടാക്കി അതിനെ പ്രതിരോധിച്ച് രംഗത്ത് വരാൻ കാരണം. ഇപ്പോ നിമിഷ ഫാത്തിമയുടെ അമ്മയോട് അവളുടെ കൂട്ടുകാരികൾ ആദ്യം എന്താ പറഞ്ഞത് എന്നറിയാമോ? അവളിപ്പോൾ കുറച്ച് റിലീജിയസ് ആയി വരുവാണ്. അവളിപ്പോൾ കുറച്ച് റിലീജിയസ് ആയി, അതായത് മതത്തിലേക്ക് കുറച്ചൊക്കെ അടുത്തുകൊണ്ടിരിക്കുവാണ്. തട്ടമൊക്കെ ഇടുന്നുണ്ട്, നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അവൾ കുറച്ച് ഇസ്ലാമിലേക്ക് ഒരു അടുപ്പമുണ്ടോ എന്നൊരു സംശയം മുസ്ലിം കുട്ടികൾ ഈ തള്ളയോട് പറയുക. അപ്പൊ ആ മുസ്ലിം കുട്ടികൾ അതെ ഞങ്ങൾക്കും അതുപോലെ തോന്നി. യൂട്യൂബിൽ സാക്കിർ നായിക്കിന്റെ പ്രസംഗം കേൾക്കുന്ന തിരക്കിലാണ് നിമിഷ ഫാത്തിമ. തിരക്ക്, അവളെ ഡിസ്റ്റർബ് ചെയ്യരുത് എന്ന് കൂട്ടുകാരികൾ. ഇത് പറയുന്നത് ആരോടാ? ഒരു ആർമിക്കാരന്റെ അമ്മ. നിമിഷ ഫാത്തിമയുടെ സഹോദരൻ ഒരു മിലിറ്ററി മാനാണ്. സാക്കിർ നായിക്കിന്റെ പ്രസംഗങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നിമിഷ ഫാത്തിമ ഇപ്പോൾ കേൾക്കുന്നത്. അതെ, മുസ്ലിം പെൺകുട്ടികള് വളരെ സന്തോഷത്തോടുകൂടി നിമിഷ ഫാത്തിമയുടെ അമ്മയോട് പറയുക, അവൾ ഞങ്ങളുടെ മതത്തിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു, നമസ്കരിക്കുന്നുണ്ട്, തട്ടമിടുന്നുണ്ട്. സാക്കിർ നായിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാഷകൻ. ഏറ്റവും കൂടുതൽ സമയവും അവൾ അത്തരം പ്രഭാഷണങ്ങൾ കേൾക്കാനാണ് സമയം ചെലവഴിക്കുന്നത്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇത് പറഞ്ഞ് നിമിഷ ഫാത്തിമയുടെ വീട്ടിലൊക്കെ വന്ന് നിന്നിട്ട് പോയ കുട്ടികളാണ് പിന്നീട് സാക്കിർ നായിക്കിന്റെ പ്രഭാഷണങ്ങൾ കൂടുതലായിട്ട് നിമിഷ ഫാത്തിമയ്ക്ക് എത്തിച്ചു കൊടുത്തതും കേൾപ്പിച്ചതും മതം മാറാൻ പ്രേരിപ്പിച്ചതും എന്ന അമ്മ ചങ്കു പൊട്ടിമെന്ന് പറഞ്ഞത് കേട്ടില്ലേ നമ്മൾ? ഇത്തരം പെൺചിലന്തികൾ. നിമിഷ എന്ന പെൺകുട്ടിയെ ഡെന്റിസ്റ്റാണ്. ഈ പെൺകുട്ടിയെ സജ്ജാദ് റഹ്മാൻ എന്ന വ്യക്തി, സജ്ജാദിനെ ഓർമ്മയുണ്ടല്ലോ, അയാളാണ് മതം മാറ്റുന്നത്. ഇന്നും തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിൽ ബേക്കറി നടത്തുന്നു എന്നാണ് നിമിഷ ഫാത്തിമയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഈ സജ്ജാദ് എന്ന് പറയുന്ന വ്യക്തി, സജ്ജാദ് പിന്നീടാണ് ഈ പെണ്ണിനെ മതം മാറ്റുന്നു. പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് അറിയുന്നു. സജ്ജാദ് റഹ്മാന്റെ അമ്മ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ വന്നിട്ട് നിമിഷയോട് പറയുന്നു, മതം മാറിയാൽ മാത്രമേ വിവാഹം കഴിക്കൂ. ബേക്കറി നടത്തുന്ന ആളിന്റെ പേര് സജ്ജാദ് എന്ന് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. നിമിഷ ഫാത്തിമയുടെ അമ്മ പറഞ്ഞത് അങ്ങനെയാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ സജ്ജാദ് റഹ്മാന്റെ അമ്മ ഗർഭിണിയാക്കിയ ശേഷമാണ് കേട്ടോ മോൻ പൂണ്ട് വിളയാടി കഴിഞ്ഞിട്ടാണ് എന്ന് പറയണത് ഇനി മതം മാറണത്. അങ്ങനെ ഗർഭിണിയായി, വേറെ വഴിയൊന്നുമില്ല. നിമിഷ ഫാത്തിമ മതം മാറാൻ തയ്യാറാണ്. പക്ഷെ മതം മാറിക്കഴിഞ്ഞു. കമല സുരയ്യയുടെ അവസ്ഥയായി. വിവാഹം ചെയ്തില്ല സജ്ജാദ്. നിമിഷയെ പുതിയതായിട്ട് അതേ ഗ്രൂപ്പ് മതം മാറ്റിയ പാലക്കാട്ടെ കണ്ണാടി സ്വദേശിയായിട്ടുള്ള ക്രിസ്ത്യൻ മതത്തിൽ നിന്ന്
ഇസ്ലാം സ്വീകരിച്ച് മുറിയനായിട്ടുള്ള ഈസ ബക്സൺ എന്ന് പറയുന്ന യുവാവിനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചത്. അവർക്ക് പ്രശ്നമില്ല. നിമിഷയെ മറ്റൊരു യുവാവ് ഉപയോഗിച്ചതാണ്. അയാളിൽ നിന്നും ഈ പെണ്ണ് ഗർഭിണിയായതാണ്. കുഴപ്പമില്ല, നമ്മുടെ മതം വളർത്താൻ വേണ്ടിയിട്ടല്ലേ, ഒരു ത്യാഗമൊക്കെ ആരാ ചെയ്യാത്തത്. അങ്ങനെ നിമിഷയെ ഫാത്തിമയാക്കുന്നു. അഫ്ഗാനിസ്ഥാനിലേക്ക് കൊണ്ടുപോകാൻ ഈ ഈസ ബക്സൺ എന്ന യുവാവിന്റെ അനുജനും മുറിയനായി തയ്യാറെടുക്കുന്നു പോകാൻ. നമുക്ക് പോയത്. അപ്പോ നിമിഷ എങ്ങനെയാണ് ഈസ ബക്സൺ എന്ന യുവാവിനെ പരിചയപ്പെട്ടത് എന്ന് നിമിഷയുടെ അമ്മ ചോദിക്കുന്നു. അപ്പോ കോളേജിൽ തന്നെ മതം മാറ്റം ചെയ്യുന്ന പെണ്ണിനെയും പുരുഷനെയും ഒക്കെ തമ്മിൽ കല്യാണം കഴിപ്പിക്കുന്ന ഒരുപാട് സീനിയേഴ്സ് ഉണ്ട് എന്ന് ഈസ തന്നെയാണ് നിമിഷയുടെ അമ്മയോട് പറയുന്നത്. അതായത് മതം മാറുന്ന ആളുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന, ബന്ധമുണ്ടാക്കി കൊടുക്കുന്ന, മതം മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് കുടുംബക്കാരില്ലല്ലോ, വീട്ടുകാരെ ജന്മം നൽകിയ മാതാപിതാക്കളൊക്കെ അന്യരായി പോയില്ലേ, അപ്പൊ അവർക്ക് ബന്ധുക്കൾ വേണ്ടേ, അതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി സീനിയേഴ്സ് ഒപ്പം ഉണ്ടാകും. ഏതാണ്ട് നിങ്ങൾക്ക് ഐഡിയ പിടികിട്ടിയില്ലേ ഈ ചിത്രത്തിന്റെ? ആസൂത്രിതമായിട്ടും സംഘടിതമായിട്ടുമുള്ള മതപരിവർത്തനം ചെയ്യിക്കുന്ന സീനിയേഴ്സ് കോളേജിലുണ്ട്. സജ്ജാദ് റഹ്മാനെ പോലെ പെൺകുട്ടികളെ മയക്കാനുള്ള കാമദേവന്മാരായിട്ടുള്ള മുറിയന്മാർ റിഹേഴ്സലും കഴിഞ്ഞ് കോച്ചിങ്ങും കിട്ടി കോളേജുകൾ അടക്കി ഭരിക്കുന്നുണ്ട്. ഈ പെൺകുട്ടികളെ സജ്ജാദ് റഹ്മാൻമാരുടെ അടുത്തെത്തിക്കാനുള്ള നിമിഷയുടെ വീട്ടിൽ വന്നതുപോലെയുള്ള പെൺചിലന്തികൾ, അവരും ട്രെയിൻഡ് ആണ്, കൂട്ടുകാരികളുണ്ട്. കേരള സ്റ്റോറി അത് തന്നെ പറഞ്ഞു വെക്കുന്നത്. മതം മാറ്റപ്പെട്ടവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാൻ, അവരെ മതം പഠിപ്പിക്കാൻ, വേണ്ടി വന്നാൽ അഫ്ഗാനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോകാൻ, അതുമല്ലെങ്കിൽ സത്യസരണിയിലേക്കും തർബിയത്തിലും ഒക്കെ കൊണ്ടുപോയി നിർത്തി മതം പഠിപ്പിച്ച് ഒരു പൊട്ടാനുള്ള ഒരു ബോംബാക്കി പുറത്തെടുക്കാനും ഒക്കെയുള്ള കോച്ചിങ്ങിന് വേണ്ടിയുള്ള സകല സംവിധാനങ്ങളും ഇവരുടെ. സത്യസരണി മതമാറ്റ കേന്ദ്രമാണ്. പോപ്പുലർ ഫ്രണ്ട് നേതാവായിട്ടുള്ള സൈനബയുടെ രഹസ്യ ക്യാമറയിൽ നമ്മൾ കണ്ടതല്ലേ സമ്മതിക്കുന്നത്. പിന്നെ ഈ സൈനബ കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നുണ്ട്. അരിയും തിന്ന് ആശാരിച്ചിയേയും കടിച്ച് പിന്നെയും പട്ടിക്കു മുറുമുറുപ്പ് എന്ന് പറയുന്നത് പോലെ ജിഹാദികൾ വീണ്ടും ചോദിക്കുവാണ്, എവിടെയാ ലവ് ജിഹാദ് നടക്കുന്നത്? സ്നേഹിക്കുന്നവർ തമ്മിൽ പരസ്പരം കല്യാണം കഴിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് ചങ്കികളെ എന്ന് ചോദിക്കുക. പരസ്പരം കല്യാണം കഴിച്ചോട്ടെ, അതിനെന്താ പ്രശ്നമെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? നമ്മള് പ്രണയ വിവാഹങ്ങൾക്കെതിരല്ല. പ്രണയ വിവാഹങ്ങൾ നടക്കട്ടെ. ഇന്റർകാസ്റ്റ് മാരേജുകൾക്കെതിരല്ല. അഖില ഹാദിയ എന്ന പെണ്ണിനു വേണ്ടി ഒരൊറ്റ വെള്ളിയാഴ്ച ഏതാനും മണിക്കൂറുകൾ മാത്രം പിരിവിട്ട് 1 കോടിയോളം രൂപ ഇവിടത്തെ ജുമുഅ നമസ്കാരങ്ങൾക്ക് ശേഷം ബക്കറ്റുകളിൽ വന്നു വീണെങ്കിൽ ഇവർക്ക് എന്ത് കാര്യമുണ്ട്? ഒരാളെ ഇത്രയും പണം കൊടുത്ത് ഒരു ലീഗൽ അഡ്വൈസറെ വെച്ച് മതം മാറ്റി ഈ പെൺകുട്ടിയെ ഇതിൽ തന്നെ പിടിച്ചു നിർത്തണം എന്ന് എന്താണ് ഇവർക്ക് ഇത്രയും നിർബന്ധം? മനസ്സിലായോ? കേരള ഹൈക്കോടതി പറഞ്ഞ മസ്തിഷ്ക പ്രക്ഷാളനം മറന്നിട്ടില്ലല്ലോ. അർഷാദെ, മര്യാദയ്ക്ക് നീ ഇറങ്ങിപ്പോയിക്കോ. ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ നിൽക്കുന്നത്. അത്രയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്. നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നിനക്ക് പോകാം. നമുക്ക് മനസ്സിലാക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങി പോകാനെങ്കിലും ഒന്ന് പഠിക്കണം. അതെങ്ങനെ? മദ്രസയിലല്ലേ പോയത്, അതുകൊണ്ട് മാനേഴ്സ് ഒന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നമ്മളെ ആ കുടുംബക്കാർ മൈൻഡ് പോലും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുകയല്ലേ ചെയ്യേണ്ടത്, അല്ലേ? എത്ര തവണയായിടാ നമ്മുടെ അഡ്മിന്മാരൊക്കെ നിന്നെയൊക്കെ ആട്ടി വിടുന്നു. വീണ്ടും എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഇത്തരം യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് ദഹിക്കത്തില്ല, നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നിമിഷ ഫാത്തിമ എന്ന പെണ്ണിനെ നിർബന്ധിച്ച് ഈ മതത്തിലേക്ക് കൊണ്ടുവന്ന് അവളെ അഫ്ഗാനിലേക്ക് കൊണ്ടുപോയി ഒരു ലൈംഗിക അടിമയാക്കി മാറ്റി. മനസ്സിലായോ?
ഏതു മതത്തിൽ ജനിച്ചു വന്ന പെൺകുട്ടിയെയും പ്രണയിക്കുന്നവനോട് ചോദിക്കേണ്ടത്, നിനക്ക് പ്രണയമാണോ മതമാണോ പ്രധാനം എന്ന് ചോദിക്കണം. കാരണം പ്രണയം മൂർധന്യാവസ്ഥയിലെത്തി ഒടുവിൽ നമുക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന സ്റ്റേജ് എത്തുമ്പോഴേക്ക് പിന്നീട് പറയേണ്ടി വരരുത് മതം മാറണമെന്ന്. അതിനു മുമ്പ് തന്നെ മുറിയന്മാരുടെ വലയിൽ അകപ്പെടുന്ന പെൺകുട്ടികളൊന്ന് ചോദിച്ചു വെക്കണം. ആ അഖില ആദ്യം ഡിവോഴ്സായി, ഇപ്പൊ രണ്ടാമത് വേറൊരുത്തനെ കെട്ടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അത് ഇവര് തന്നെ കെട്ടിച്ചു കൊടുത്തതാണെന്ന് മലപ്പുറത്ത് ഒരു ക്ലിനിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ നിൽക്കുന്നെന്നും ഒക്കെ കേൾക്കുന്നുണ്ട്. ശരി, എന്തോ ആവട്ടെ. നമ്മൾ പറയുന്നത് ഇതുപോലെയുള്ള വിഷയങ്ങളിൽ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്താൻ, പഠിക്കാൻ നമ്മുടെ മക്കൾക്ക് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാളെ നിമിഷ ഫാത്തിമയുടെ അമ്മ ബിന്ദു സമ്പത്തിനെ പോലെ മാധ്യമങ്ങളിൽ വന്നു നിന്ന് കരയേണ്ടി വരും. മറ്റു വഴികളൊന്നും. ഇപ്പോ ആ പെൺകുട്ടിയുടെ മുഖം നിങ്ങൾ കണ്ടിരുന്നോ? ആ പെൺകുട്ടി, എന്താണ് എന്റെ പേര്, സോന എൽദോസ്. ഒരു നിഷ്കളങ്കമായിട്ടൊരു പെണ്ണാതി. അതുപോലെയുള്ള പൊട്ടത്തികളെ മാത്രമേ ഇവർക്ക് വീഴ്ത്താൻ പറ്റൂ. കോതമംഗലത്ത് ഒരു വിദ്യാർത്ഥിനി ജീവനൊടുക്കി എന്ന് മാത്രം ചെറിയ ഒരു കോളത്തിൽ ഒരു വാർത്തയാക്കി മറ്റു മാധ്യമങ്ങൾ ആ വാർത്തയെ തിരസ്കരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു. ആൺ സുഹൃത്ത് റമീസ്, ഇവന് മറ്റു ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഇവന് കടിച്ചാൽ പൊട്ടാത്ത വികാരമാണ്, പിടിച്ചാൽ നിൽക്കത്തില്ല. ഇവന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ ഈ പെണ്ണൊരുത്തിയുടെ കൈവശമുണ്ടായിരുന്നു. എന്നിട്ട് ഈ പെണ്ണിന്റെ തന്നെ ഒരു സുഹൃത്തായിട്ടുള്ള ജോൺസി മാധ്യമങ്ങളോട് അത് തുറന്നു പറയുന്നുണ്ട്. റമീസ് മതം മാറണം എന്ന് നിർബന്ധിച്ചു എന്നും രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തയ്യാറെടുപ്പ് നടത്തിയെന്നുമാണ് ജോൺസി പറയുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി അടിമാലിയിലെത്തിയ റമീസ് അവസാന നിമിഷം ആ വിവാഹത്തിൽ നിന്നും പിന്മാറും. റമീസ് ആ പെൺകുട്ടി മരിക്കുന്നതിന് ഒരാഴ്ചയ്ക്ക് മുമ്പ് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. പൂട്ടിയിട്ട് ഈ പെൺകുട്ടിയെ മർദ്ദിക്കുന്നു. മതം മാറാൻ റമീസും കുടുംബവും നിർബന്ധിക്കുന്നു. മതം മാറിയാൽ മാത്രമേ വിവാഹം നടക്കൂ എന്ന് പറയുന്നു എന്നൊക്കെ ഈ പെൺകുട്ടി സോന എൽദോസ് എന്ന പെൺകുട്ടി അവളുടെ കൂട്ടുകാരിയോട് പറഞ്ഞതിനനുസരിച്ച് ആ കൂട്ടുകാരിയാണ് മാധ്യമങ്ങളോട് പറയുന്നത്. ശരി, ഈ പെൺകുട്ടി ജീവനൊടുക്കി. ആർക്കാ നഷ്ടം? ഇതിനെ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും അല്ലേ നഷ്ടം? അവരിതൊക്കെ കഴിയുമ്പോൾ എല്ലാ കാലവും എന്തായിരുന്നാലും ഈ കേസുമായിട്ടൊന്നും പോകത്തില്ലല്ലോ. അവള് മരിച്ചു. അതോ ഈ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ പിതാവ് മരിച്ചിട്ട് 1 മാസമേ ആയി. കത്തൊക്കെ എഴുതി വെച്ചു എന്നുള്ളതൊക്കെ ശരി തന്നെ. ഏത് നിയമത്തെയും വിലക്കെടുക്കാൻ പറ്റുന്ന പണവും പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഈ കൊച്ചിനൊന്നും അറിയത്തില്ല. ഇതില് പ്രതികരണവുമായിട്ടൊരു സഹോദരൻ വന്നു. ആര്? സോനയുടെ സഹോദരൻ. റമീസും കുടുംബവും സോനയോട് ഒരുപാട് ക്രൂരതകൾ ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നാണ് സോനയുടെ സഹോദരൻ ബേസിൽ പറഞ്ഞത്. സോനയുടെ കൂട്ടുകാരിയാണ് ഇക്കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയത്. നിയമപരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. കാലാകാലവും റമീസിനെ തളച്ചിടാനൊന്നും ബേസൻ നിങ്ങൾക്ക് പറ്റില്ല. ഇനിയും ഒരു സോന എൽദോസ് ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ നിരന്തരം ഈ വിഷയം ബോധവൽക്കരണം ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. റമീസും കുടുംബവും ഈ പെണ്ണിനെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നു. നമ്മൾ കണ്ണേ പൊന്നേ എന്ന് വളർത്തുന്ന നമ്മുടെ മക്കൾ വല്ലവനുമൊക്കെ കൊണ്ടുപോയി അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും പീഡിപ്പിക്കാനും നമ്മുടെ മക്കൾ മോശമായത് കൊണ്ടല്ലേ ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്. റമീസും സോനയും ഇഷ്ടപ്പെട്ടു പരസ്പരം. റമീസിന്റെ വീട്ടുകാര് സോനയെ കല്യാണം ആലോചിച്ച് വീട്ടിലും വന്നു. അവര് വന്നത് അവരുടെ പിതാവ് മരിച്ച സമയത്ത്, സോനയുടെ പാപ്പ മരിച്ച, അച്ഛൻ മരിച്ച സമയത്ത്. അതുകൊണ്ട് 1 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ പിതാവ് മരിച്ചിട്ട്. അപ്പോ അവരുടെ സ്വഭാവം ഏതാണ്ട് മനസ്സിലായി. കാരണം ഒരു മരണ വീട്ടിൽ കല്യാണം ആലോചിച്ച് വരാനുള്ള മനക്കെട്ടി ഇവർക്ക് ഉണ്ടായിരുന്നല്ലോ എന്നാണ് സോനയുടെ സഹോദരൻ പറയുന്നത്. എന്നിട്ടുടനെ തന്നെ മതം മാറണമെന്ന് പറഞ്ഞു ഈ പെണ്ണിനോട്. പെണ്ണ് സമ്മതിച്ചു. അച്ഛന്റെ ആണ്ടൊന്ന് കഴിഞ്ഞോട്ടെ, മതം മാറണമെങ്കിൽ മാറാം, കാരണം സ്നേഹിച്ചു പോയി, കേട്ടാ, ശരി, കുഴപ്പമൊന്നുമില്ല. അതിനിടയ്ക്കാണ് ഇവനെ അനാശാസ്യത്തിന് പിടിക്കുന്നത്. പിടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ. അങ്ങനെ റമീസിന്റെ വീട്ടുകാരിത് രഹസ്യമാക്കി വെച്ചു. പക്ഷെ സോന എങ്ങനെയോ ഇതറിഞ്ഞു.
അങ്ങനെ മതം മാറാൻ സമ്മതമല്ല എന്ന് സോന പറയുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കം അങ്ങനെയാണ്. സോന പിന്നീട് കൂട്ടുകാരിയോട് പോയി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അവിടെ റമീസ് വന്നു. രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞു. പള്ളിയിൽ നിന്ന് എന്നെ പുറത്താക്കും രജിസ്റ്റർ മാരേജ് ചെയ്താൽ, എന്നാലും സാരമില്ല, അങ്ങനെ നവ രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് പറഞ്ഞ് ആലുവയിൽ കൊണ്ടുപോയിട്ട് വീട്ടിൽ കൂട്ടിയിടും. രജിസ്റ്റർ മാരേജിനെന്ന് പറഞ്ഞിട്ടാണ് ഈ പെണ്ണ് പോകുന്നത്. റമീസിന്റെ ഉമ്മ, വാപ്പ, പെങ്ങള്, ബന്ധുക്കള് എല്ലാവരും കൂട്ടിയിട്ട് അങ്ങോട്ട് പെരുമാറി. കൊച്ചിനെ ഓരോന്നും ചോദിച്ചു കൊടുത്തു. മാനസികമായിട്ടും ഉപദ്രവിച്ചു. അങ്ങനെ പൊന്നാനിക്കുള്ള വണ്ടി റെഡിയായി നിൽക്കുകയാണ്. പെട്ടെന്ന് വന്ന് വണ്ടി കയറിക്കോ, അവിടെ പോണം, എന്നിട്ട് പിന്നെ വണ്ടി കയറിയാൽ മാത്രമേ ഈ മുറിയുടെ പൂട്ടി ഞങ്ങൾ തുറക്കത്തുള്ളൂ. മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കാം റമീസിന്റെ വീട്ടിൽ. അങ്ങനെ സോന കൂട്ടുകാരിയെ വിളിച്ച് എങ്ങനെയോ അറിയിക്കുന്നു. റമീസിന്റെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സഹോദരൻ അറിഞ്ഞാൽ പ്രശ്നമാകും, സഹോദരനെ ഒന്നും അറിയിക്കണ്ടെങ്കിൽ ഇവരോട് തന്നെ തുറന്നു വിടാൻ പറയണമെന്ന് സോന കൂട്ടുകാരിയോട് പറയുന്നു. ഈ ഫോൺ കോള് റമീസിന്റെ വീട്ടുകാർ കേൾക്കുന്നു. അതോടെ ഇനി വലിയ പുലിവാലാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തി തിരിച്ചു കൊണ്ടുവിട്ടത്. സോനയുടെ അമ്മയോ സഹോദരനോ ഒന്നും അറിഞ്ഞില്ല. ഈ സോന കൂട്ടുകാരുടെ വീട്ടിൽ പോയതാണ് എന്ന് വിചാരിച്ച് പിറ്റേന്ന് പതിവ് പോലെ തന്നെ ആ കൊച്ചു ക്ലാസ്സിലേക്ക് പോകുന്നു. മുഖത്ത് കണ്ട പാട് കൂട്ടുകാരി എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് റമീസിന്റെ വീട്ടിൽ നിന്ന് തന്നെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചു എന്ന് സോന പറയുന്നത്. ഇതൊക്കെ വീട്ടുകാരിൽ നിന്നും ഒളിപ്പിച്ചു വെച്ചിരിക്കുക. ഇതെല്ലാം സോനയുടെ സംസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഈ കൂട്ടുകാരി ഈ വീട്ടുകാരോട് മാറ്റി നിർത്തി ഇതൊക്കെ പറയുന്നത് സോനയുടെ വീട്ടുകാരോട്. അപ്പം മാത്രമാണ് ഞങ്ങൾ ഇത് അറിഞ്ഞത് എന്നാണ് സോനയുടെ സഹോദരൻ പറഞ്ഞത്. അവർ നിസ്സഹായരാണ്. പ്രായപൂർത്തിയായ പെൺകുട്ടി ആരോട് കൂട്ടുകൂടുന്നു, അതിന്റെ പുറകെ നടക്കാനൊന്നും ആങ്ങളയ്ക്കും അമ്മയ്ക്കും ഒന്നും പറ്റിയെന്ന് വരില്ല. പക്ഷേ റമീസിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ സോനയോട് മരിക്കാൻ അവ പറഞ്ഞു. കഞ്ചാവ് കേസുകൾ, ഇമ്മോറൽ ട്രാഫിക്, ഇതിനൊക്കെയാണ് റമീസ് പിടിക്കപ്പെടുന്നത്. ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞിട്ടില്ല എന്നാണ് ആ സഹോദരൻ പറഞ്ഞത്. വീട്ടിൽ വന്ന സമയത്ത് റമീസിന്റെ വീട്ടുകാരുടെ സംസാരവും സമീപനവും വളരെ കൾച്ചർലെസ് ആയിരുന്നു എന്നാണ് ബേസിൽ. സോനയുടെ സഹോദരൻ മതം മാറി അവരുടെ വീട്ടിൽ പോയാൽ പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച്, പിതാവ് മരിച്ചൊരു മാസം പോലും ആകാത്ത വീട്ടിൽ വന്നിരുന്ന ആ വീട്ടിൽ പാലിക്കേണ്ടുന്ന നമസ്കാരക്രമങ്ങളെ കുറിച്ചും ഷാളിടുന്നതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കും അവരുടെ വീട്ടിൽ വന്നിരുന്നു. ആരാ? ഇവന്റെ റമീസിന്റെ മൂത്തപ്പാടെ മോന്, പാപ്പയുടെ ജ്യേഷ്ഠന്റെ മകന്. അല്ലെങ്കിൽ ഇതുപോലെ ബന്ധുക്കളൊക്കെ ഉണ്ടാകും വീട്ടില്. നീ എന്തിനാണ് ഇപ്പോ പുറത്തു പോയി എന്നൊക്കെ ചോദിച്ച് അവര് നിന്നെ തെറി വിളിച്ചെന്നിരിക്കും, ചിലപ്പോൾ തല്ലിയെന്നിരിക്കും. അവരോടൊന്നും മറുത്ത് പറയരുത്. റമീസിന്റെ വീട്ടുകാർ സോനയോട് പറയാം, കിട്ടിയാൽ 4 കിട്ടിയാൽ വാങ്ങിച്ചിട്ട് മിണ്ടാതിരുന്നോണം. ഇത് ആരാ പറയുന്നത്? സോനയുടെ സഹോദരനാണ് മാധ്യമങ്ങളോട് ഇതൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെ മിണ്ടാതിരിക്കും? അവൾ ഈ വീട്ടിൽ എല്ലാ സ്വാതന്ത്ര്യത്തോടു കൂടി വളർന്ന കുട്ടിയാണ്. തട്ടത്തിൽ കയറി എന്ന് പറഞ്ഞ് ഒരു ബന്ധവുമില്ലാത്ത ആള് എന്റെ പെങ്ങളെ തല്ലാൻ പറ്റുമോ എന്നാണ് അയാൾ ചോദിക്കുന്നത്. അയാളുടെ സ്വഭാവം വെച്ച് അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് മറുപടി കൊടുത്തു. അങ്ങനെ അവളുടെ സ്വഭാവം ശരിയല്ല എന്ന് ആങ്ങള തുറന്നു പറഞ്ഞു എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. നോക്കണം, അതായത് സോനയുടെ സ്വഭാവം ശരിയല്ല എന്ന് വരെ സോനയുടെ സഹോദരനോട് മറ്റൊരുത്തൻ, അതായത് കെട്ടാൻ പോകുന്ന പയ്യൻ വന്ന് പറയുക. ആലോചിച്ചു നോക്കി. എത്ര കണ്ടാലും കേട്ടാലും അനുഭവിച്ചാലും പഠിക്കാത്ത ആളുകൾ ഒരു രക്ഷയുമില്ല. ഇങ്ങനെ എത്രയെത്ര സോനമാർ നമ്മുടെ നാട്ടിലുണ്ടാകുന്നു, വീണു മരിക്കുന്നു, ഇവര് കൊല്ലുന്നു. എന്നാലും പിന്നെയും പിന്നെയും ചെന്ന് കേറി കൊടുക്കുവാണ്. വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ട് മരണം. ഇതൊക്കെ അനുഭവിച്ചിട്ട് തിരിച്ചു വരട്ടെന്നേ. അല്ലാതെ ഇപ്പോ നമുക്കൊരു പരിധി വരെയല്ലേ ഇതൊക്കെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ പിന്നെ ഒരു കാര്യമുണ്ട്, മാതാപിതാക്കൾക്കൊന്നും കൂടുതലൊന്നും പറയാൻ പറ്റില്ല. പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ്, അവർക്ക് കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകും, അതൊക്കെ അനുഭവിക്കുക, വേറെ വഴിയൊന്നുമില്ല. പക്ഷേ നമ്മുടെ മതം എന്ന് പറഞ്ഞാൽ ഇൻകമിങ് മാത്രമേ നമ്മൾ സ്വീകരിക്കൂ, ഔട്ട് ഗോയിങ് ഒന്നും നമുക്ക് പറ്റില്ല എന്നുകൂടി നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആ മുസ്ലിം